നമസ്കാരം. മോൺസ്റ്ററൈസിന്റെ ആ പാത്ത് ഓഫ് ഹെവൻ അതിശക്തമായി ആ ആകാശത്ത് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ശരിക്കും അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ തുറക്കപ്പെട്ട ഗേറ്റിനകത്തായി ആ പ്രകാശത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഒരു കണ്ണ് മാത്രമാണ്. ആ ഒരൊറ്റ കണ്ണ് അത് മതി സകല ആളുകളെയും ഭയപ്പെടുത്താൻ. ആ ഒറ്റ കണ്ണെന്നുള്ള തീക്ഷ്ണമായ പ്രകാശം താഴെ ആത്മഹത്യ ചെയ്യുന്ന ആ മോൺസ്റ്റേഴ്സിന്റെ പുറത്ത് വീഴുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഒരു രൂപമാറ്റം ഉണ്ടാവുകയാണ്. അവരുടെ ജീവൻ തിരിച്ചു കിട്ടുന്നു മാത്രവുമല്ല, അവർ നേരത്തെക്കാൾ ശക്തരായി മാറുകയും ചെയ്യുകയാണ്. ആ ശക്തരായി മാറുന്ന മോൺസ്റ്റേഴ്സ് അതിവേഗം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുകയാണ്. ഡീലിയും കൂടുതൽ ആളുകളും ശരിക്കും ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അങ്ങനെ നിൽക്കുകയാണ്. ഒരു കാര്യം ഡീലിലേക്കും കൂടുതൽ ആൾക്കാർക്കും അറിയാം. മോൺസ്റ്ററൈസിന്റെ ആ പാത്ത് ഓഫ് ഹെവനിലെ ആ കണ്ണിന്റെ വീക്ഷണകോണിന് ഉള്ളിലാണ് അവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഡീലിലേക്കും കൂടുതൽ ആളുകൾക്കും അവിടെ നിന്ന് ചലിക്കാൻ ഒരു മടി. ചലിച്ച ആ നിമിഷത്തിൽ ആ മോൺസ്റ്ററുടെ ശ്രദ്ധയിൽ അവരെങ്ങനെ പെട്ടാൽ അവര് ആ നിമിഷം അവസാനിക്കും. അങ്ങനെ ഒരു പേടി ഡീലിലേക്കും കൂടുതൽ ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ജീവികൾ വീണ്ടും പുനർജനിച്ചു തുടങ്ങിയപ്പോൾ മാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും നിശബ്ദരായി ആ കാഴ്ച അങ്ങനെ കണ്ടു നിൽക്കുകയാണ്. ആരും ചലിക്കുന്നില്ല എന്നാണ് സത്യം. ഈവിൾ എക്സ്ട്രമിനേറ്ററും അങ്കിൾ ലിംഗും ഒക്കെ അതുപോലെ നിശബ്ദരാണ്. ആ അൾത്താരയുടെ അടുത്തുള്ള മാർക്കും ടീമും ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ കാഴ്ച എങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ തുരുതുര ആ മോൺസ്റ്റേഴ്സ് അങ്ങനെ ജനിച്ച് അപ്രത്യക്ഷരായിക്കൊണ്ടിരിക്കുകയാണ്. 4 ജോഡി ചിറകുകളുള്ള മോൺസ്റ്റേഴ്സ് വരെ രൂപം കൊണ്ട് കഴിഞ്ഞു. 5ാമത്തെ ജോഡിയിലേക്ക് കടക്കാൻ അവർക്ക് പറ്റാതെ പോയതിന്റെ കാരണം ഈവിൾ എക്സ്ട്രമിനേറ്റർ നടത്തിയ ആ ആക്രമണമാണ്. ഈവിൾ എക്സ്ട്രമിനേറ്ററും ഡീലിയും ഫ്ലവർ ഗ്രാനിയും മാർക്ക് ഫിൽഡറും എല്ലാം കൂടെ ചേർന്ന് ആ അൾത്താരെ അറ്റാക്ക് ചെയ്തപ്പോൾ ആ അൾത്താര ഒന്ന് പൊളിഞ്ഞിരുന്നു. അത് ആ മോൺസ്റ്ററൈസ് പ്രതീക്ഷിച്ച ഫലം ഉണ്ടാക്കാൻ തടസ്സമായി എന്നതാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന കാര്യം. അവര് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാ മോൺസ്റ്റേഴ്സും അവിടെ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. മുഴുവൻ മോൺസ്റ്റേഴ്സും അപ്രത്യക്ഷമായെന്ന് ബോധ്യമായതും മാർക്കും ടീമും അവിടെ നിന്ന് അതിവേഗം പിന്മാറാൻ തീരുമാനിച്ച ആ നിമിഷത്തിൽ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ ഒരാള് പ്രത്യക്ഷപ്പെട്ടു. ആ ആളെ കണ്ട മാർക്ക് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അത് സാക്ഷാൽ ഹെക്ടർ ടെങ്ങാണ്. ഇവനെന്തിനാ ഇവിടെ എത്തിയത്? ആ ചോദ്യം മാർക്ക് ചോദിക്കുമ്പോഴേക്കും അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ഹെക്ടർ ടെങ് അയാളുടെ ഇടത് കൈ ഒന്ന് മലർത്തി കാണിച്ചു. ആ ഇടത് കൈയിൽ വെളുത്ത നിറത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ഇരിക്കുന്ന കാഴ്ച താഴെ നിൽക്കുന്ന മാർക്കിനും ടീമിനും കാണാം. ആ ക്രിസ്റ്റൽ കണ്ട ഡീലി അറിയാതെ പറഞ്ഞു പോവുകയാണ്, അത് സോൾ സ്റ്റോൺ ആണല്ലോ. ഡീലിക്ക് ഏറെ പരിചയമുള്ള ആ സോൾ സ്റ്റോൺ ഇതാ ഹെക്ടർ ടെങ്ങിന്റെ കയ്യിലിരിക്കുകയാണ്. സോൾ സ്റ്റോണോ എന്ന് മാർക്ക് ചോദിക്കുമ്പോഴേക്കും ഹെക്ടറുടെ ഇടത് കൈയിലെ സ്റ്റോണും വലത് കൈ തമ്മിൽ ഇത് കൂട്ടിയിടിക്കുകയാണ്. അന്തരീക്ഷത്തിൽ ആ സ്റ്റോണിനെ വലത് കൈ കൊണ്ട് ഹെക്ടർ ആഞ്ഞൊന്ന് അടിച്ചതും ആ സ്റ്റോൺ ചെറു തരികളായി അങ്ങ് പൊട്ടിച്ചിതറി. ആ സോൾ സ്റ്റോൺ അങ്ങനെ പൊട്ടിച്ചിതറിയതും ഒരു വല്ലാത്ത പ്രകാശം ഹെക്ടർക്ക് ചുറ്റും ഉണ്ടാവുകയാണ്. സകല മേഖലയിലേക്കും ആ പ്രകാശം വ്യാപിക്കുകയാണ്. ആ പ്രകാശം ഹെക്ടർക്ക് ചുറ്റുമായി അങ്ങനെ വലുതായി വന്ന് അവസാനം ആ പ്രകാശം ആകാശത്ത് കാണുന്ന ആ തുറന്ന ഗേറ്റിന്റെ നേരെ ചലിക്കുന്ന കാഴ്ചയാണ് താഴെ നിൽക്കുന്ന മാർക്കും ടീമും കണ്ടത്. ആ കാഴ്ച കണ്ടതും ഡീലി അറിയാതെ ചോദിച്ചു പോവുകയാണ്, ഏയ് അവൻ മോൺസ്റ്ററൈസിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഡീലി ചോദിച്ച ചോദ്യം മാർക്കിന്റെയും ഉള്ളിൽ തട്ടി. ഭൂമിയിൽ വെച്ച് മാർക്കുമായി അനവധി തവണ ഏറ്റുമുട്ടിയിട്ടുള്ള കഥാപാത്രമാണ് ഹെക്ടർ ടെങ്. മാർക്കിനെ ഇവിടെ ഈ ഹെവൻലി റീജിയനിൽ എത്തിയതിനു ശേഷം രക്ഷിക്കുകയും അതേസമയം അറ്റാക്ക് ചെയ്യുകയും ചെയ്ത കക്ഷിയാണ് ഹെക്ടർ. ആ ഹെക്ടർ ഇതാ മോൺസ്റ്ററൈസിന്റെ ഭാഗമാകാൻ പോകുന്നു. അങ്ങനെ തോന്നൽ മാർക്കിനുണ്ടായപ്പോഴേക്കും ഹെക്ടറുടെ കയ്യിൽ നിന്ന് പൊട്ടിയ ആ സോൾ സ്റ്റോണിന്റെ പ്രകാശം പാത്ത് ഓഫ് ഹെവനിൽ ചെന്ന് തൊട്ട് കഴിഞ്ഞു. പാത്ത് ഓഫ് ഹെവനിലെ ആ പ്രകാശത്തിലേക്ക് ഹെക്ടറുടെ ആ സോൾ സ്റ്റോണിൽ നിന്നുള്ള പ്രകാശം ലയിച്ചു ചേർന്നതും ആ പാത്ത് ഓഫ് ഹെവനിൽ നിന്ന് അതിശക്തമായ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി. അനവധി പ്രകാശ രശ്മികൾ ആ പാത്ത് ഓഫ് ഹെവന്റെ ഗേറ്റിൽ നിന്ന് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ താഴേക്ക് പാഞ്ഞു വരികയും ഹെക്ടറുടെ പുറത്ത് പതിക്കുകയും ചെയ്തു. ഹെക്ടറുടെ പുറത്ത് ആ പ്രകാശം പതിച്ച ആ നിമിഷത്തിൽ ഹെക്ടർ കഷ്ണങ്ങളായി ചിതറുന്ന കാഴ്ചയാണ് താഴെ നിൽക്കുന്ന മാർക്കും കൂട്ടരും കണ്ടത്. ഹെക്ടറുടെ ബോഡി തകർന്ന് തരിപ്പണമായി. ശ്വാസം നിലച്ചു പോകുന്ന ആ രംഗത്തിന് മാർക്കും കൂട്ടരും സാക്ഷിയാണ്. ഹെക്ടർ കഷ്ടമായി ചിതറി ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ഡീലിയും ഫ്ലവർ ഗ്രാനിയും ഉൾപ്പെടെയുള്ള ആളുകൾ ആ കാഴ്ച ഒരിക്കൽ കൂടി കാണുകയാണ്. ഹെക്ടറുടെ ചിതറിയ ബോഡി സാവധാനം ഒരുമിച്ച് കൂടുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവരെല്ലാവരും കണ്ടത്. ഹെക്ടറുടെ ബോഡി പഴയതുപോലെ പൂർത്തീകരിക്കപ്പെട്ടു. ഹെക്ടറുടെ ആ ബോഡി പൂർത്തീകരിക്കപ്പെട്ടതും മുഴക്കമുള്ള ഒരു ശബ്ദം അവിടെ എല്ലാ ഭാഗത്തുമായി മുഴങ്ങി.
ഇനി മുതൽ മോൺസ്റ്റർ റേസിന്റെ ഫോളൻ ഗ്രേറ്റ് കിങ് നീ ആയിരിക്കും. അങ്ങനെ ആ ശബ്ദം കേട്ടതും വളരെ മൃദുവായ ഒരു പ്രകാശം വീണ്ടും ആ പാത്തോഹവന്റെ ഭാഗത്തുനിന്ന് പാഞ്ഞു വന്ന് ഹെക്ടറുടെ ബോഡി കൂടി അങ്ങ് സ്പർശിച്ചു പോയി. ആ പ്രകാശത്തിൽ ഹെക്ടർ അങ്ങനെ കുളിച്ചു എന്ന് പറയാം. ശരിക്കും കുളിരേകുന്ന ഒരു പ്രകാശം ഹെക്ടറുടെ പുറത്തു വീണ ഒരു പ്രതീതി. അങ്ങനെയാണ് മാർക്കിനും കൂട്ടർക്ക് തോന്നിയത്. സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു പിടിയും കിട്ടാത്ത കാര്യങ്ങളാണ്. അവർ അമ്പരപ്പോടെ ആകാശത്ത് തങ്ങി നിൽക്കുന്ന ഹെക്ടർ നോക്കുമ്പോൾ ഹെക്ടർ തിരിഞ്ഞ് മാർക്കിനെ നോക്കി. ഏയ് മാർക്ക് ഫലാർ, നമ്മൾ തമ്മിൽ ഒരു കടമുണ്ട് മാർക്ക്. ഭൂമിയിൽ വെച്ച് നമ്മൾ പലപ്പോഴും ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിന്റെ ബാക്കി നമുക്ക് ഇന്ന് ഇവിടെ ഇപ്പോ നടത്തണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശത്ത് നിൽക്കുന്ന ഹെക്ടർ കൈയൊന്നുയർത്തി താഴെ ഒരു അച്ചിയാടി. മാർക്ക് ഫലറെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആകാശത്ത് നിന്ന് അയാൾ കൈ താഴേക്ക് താഴ്ത്തിയതും അതിശക്തമായ ഒരു പ്രഷർ മാർക്കിന്റെ ബോഡിക്ക് മുകളിൽ അനുഭവപ്പെട്ടു. മാർക്കിനെ ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ലാത്ത അത്രയും ശക്തമായ ഒരു പ്രഷർ മാർക്കിന്റെ പുറത്തേക്ക് അനുഭവപ്പെടുമ്പോൾ മാർക്ക് ആ പ്രഷറിനെ അതിജീവിക്കാൻ സർവശക്തിയും ഉപയോഗിച്ച് ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ ഹെക്ടറുടെ കൈ താഴെ വന്ന് മാർക്കിന്റെ തലയിൽ അടിക്കുകയും ചെയ്തു. ആ കൈ മാർക്കിന്റെ ബോഡിയിൽ പതിച്ചതും മാർക്ക് നിന്ന ഭാഗം പെട്ടെന്നങ്ങ് കൊഴിഞ്ഞു. ഒരു വലിയ ഗർത്തം തന്നെ മാർക്ക് നിന്ന ഭാഗത്തേക്ക് രൂപപ്പെടുകയാണ്. മാർക്ക് ആ കുഴിയിലേക്ക് അങ്ങ് വീണു. ഒറ്റയടിക്ക് മാർക്ക് ഫെല്ലറെ ആ കുഴിയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ്. മാർക്ക് ആ കുഴിയിലേക്ക് അങ്ങനെ താഴ്ന്നതും ഹെക്ടറുടെ ഒരു പൊട്ടിച്ചിരി എല്ലാവരും കേട്ടു. മാർക്ക്, നീ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞല്ലോ. ഞാൻ ശക്തനാകുമ്പോ എനിക്കൊപ്പം നീയും ശക്തനാകുമെന്നല്ലേ ഞാൻ കരുതിയത്. ഇതെന്തായാലും മോശമായി പോയി. അങ്ങനെ പറഞ്ഞ ആ ഹെക്ടർ അടുത്ത നിമിഷത്തിൽ മാർക്ക് താണുപോയ കുഴിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ കുഴിക്കുള്ളിൽ നിന്ന് മാർക്ക് ഫെല്ലർ മുകളിലേക്ക് കുതിച്ചു. ഇപ്പോ നമുക്ക് മാർക്കിന്റെ കാൽപാദങ്ങളും മുട്ടും ഷോൾഡറും പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന കാണാം. 6 പ്രകാശ വൃത്തങ്ങൾ മാർക്കിന്റെ ബോഡി കാണാം. മാർക്കിന്റെ 6 അക്യൂ പോയിന്റുകളും അതിശക്തമായ പ്രകാശത്തോടെ ജ്വലിച്ചു നിൽക്കുമ്പോൾ ആ കുഴിയുടെ അടുത്തേക്ക് ഹെക്ടർ എത്തിക്കഴിഞ്ഞു. മാർക്ക് മുകളിലേക്ക് കുതിച്ചു വന്ന കണ്ടതും മുന്നോട്ട് കുതിച്ച ഹെക്ടർ മാർക്കിന് ഒരു അച്ചയിടി. അതേ നിമിഷത്തിൽ മാർക്കും തിരിച്ചിടിച്ചു. മാർക്കിന്റെ കൈ ഹെക്ടറുടെ പുറത്തിടിച്ചതും മാർക്ക് പുറകോട്ട് തെറിച്ചതും ഒരേ നിമിഷത്തിലാണ്. പുറകോട്ട് തെറിച്ച മാർക്കിന്റെ പുറകിലുണ്ടായിരുന്ന പാറകൾ മാർക്കിന്റെ ബോഡി ചെന്ന് ഇടിച്ചതിന്റെ ഫലമായി ചിതറി തെറിക്കുകയാണ്. ഏകദേശം ഒരു 7-8 മീറ്റർ പുറകിലേക്ക് മാർക്ക് അങ്ങ് തെറിച്ചു. മാർക്ക് തെറിച്ചു പോയ മേഖലയിലുള്ള പാറകളെല്ലാം ചിതറി ചിതറി തെറിക്കുകയാണ്. തെറിച്ചു വീണ മാർക്കിന് അനങ്ങാൻ പറ്റാത്ത ശരീരത്തിൽ മാർക്കിന്റെ ബോഡി നുറുങ്ങിയിട്ടുണ്ടെന്ന് പറയാം. മാർക്ക് ഒരു പരുവത്തിൽ എണീറ്റു. അത് കണ്ടതും ഹെക്ടർ പറഞ്ഞു, ഹേയ് മാർക്ക്, നീ എന്താടാ ശക്തനാകാത്തത്? അശക്തനായി നിന്നെ തോൽപ്പിച്ചിട്ട് എനിക്കെന്ത് കാര്യം? അങ്ങനെ പറഞ്ഞെങ്കിലും ഹെക്ടർ മുന്നോട്ട് കുതിച്ച് ഒരൊറ്റ ഇടിയോട് ഇടിച്ചു. ഈ പ്രാവശ്യം ആ കൈ പതിച്ചത് മാർക്ക് ഫെല്ലറുടെ നെഞ്ചിലാണ്. ഇടിയേറ്റ മാർക്കിന്റെ നെഞ്ച് അകത്തേക്ക് വളഞ്ഞു. ഏകദേശം ഒരു 3-4 സെന്റിമീറ്റർ എങ്കിലും മാർക്കിനെ ആ ബോഡി വളഞ്ഞു കാണും. ഒന്ന് വളഞ്ഞുപോയ മാർക്ക് ഫെല്ലർ പെട്ടെന്ന് കൈയൊന്ന് ഉയർത്തി. മാർക്ക് കൈ ഉയർത്തിയതും ആകാശത്തുനിന്ന് ശക്തമായ മിന്നലുകൾ താഴേക്ക് പതിച്ചു തുടങ്ങി. 9 തണ്ടർ എന്ന് വിളിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ ആ മിന്നലുകൾ ഹെക്ടർക്ക് നേരെ പായിച്ചതും ഹെക്ടർ ചിരിച്ചുകൊണ്ട് തനിക്ക് നേരെ വരുന്ന ആ മിന്നൽ ഒരു കൈ കൊണ്ടങ്ങ് പിടിച്ചു. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച. ഹെക്ടർ പുറത്തേക്ക് വീണ മിന്നലിനെ ഹെക്ടർ അങ്ങ് പിടിച്ചെടുക്കുകയാണ്. പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല ഹെക്ടർ ആ മിന്നൽ അങ്ങ് വിഴുങ്ങുകയും ചെയ്തു. ശരിക്കും ആ മിന്നലിനെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി ആഹാരം കഴിക്കുന്ന ശൈലിയിൽ ഹെക്ടർ അങ്ങ് വിഴുങ്ങുകയാണ്. ഹെക്ടറുടെ ശക്തി മാർക്കിന്റെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണെന്ന് ഒരു യാഥാർത്ഥ്യം അവിടെ തെളിഞ്ഞു വരികയാണ്. മാർക്കിന്റെ പവർഫുൾ ആയിട്ടുള്ള ആ 9 തണ്ടറാണ് ഇവിടെ ഇതാ ചിതറിപ്പോയിരിക്കുന്നത്. മാർക്ക് പെട്ടെന്ന് വലത് കൈയിൽ നിന്ന് ഉയർത്തിയതും മാർക്കിന്റെ കയ്യിൽ ആ ഗോസ്റ്റ് സോഡ് പ്രത്യക്ഷപ്പെട്ടു. ആ ഈവിൾ ആയുള്ള ആ ഗോസ്റ്റ് സോഡ് കയ്യിലെത്തിയതും മാർക്ക് ഫെല്ലർ ആ സോഡ് ഉയർത്തി അതിശക്തമായി ഹെക്ടറിന് നേരെ ആഞ്ഞൊരൊറ്റ വീശി. ഹെക്ടറിന് നേരെ ആ പച്ച പ്രകാശം പാഞ്ഞു വരുമ്പോൾ ഹെക്ടറുടെ മുഖത്ത് ഒരു പുഞ്ചിരി മാത്രമാണുള്ളത്. തനിക്ക് നേരെ പാഞ്ഞു വന്ന ആ പച്ച പ്രകാശത്തെ വളരെ കൂളായിട്ട് ഒരു കൈ കൊണ്ട് ഹെക്ടർ തടുത്തു. ഹെക്ടർ മാർക്കിന്റെ കയ്യിൽ നിൽക്കില്ല എന്ന യാഥാർത്ഥ്യം ഈ കാഴ്ച കാണുന്ന സകലർക്കും ഉണ്ട്. ശരിക്കും ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. ഹെക്ടർ ഇപ്പോ ഫോളൻ ഗ്രേറ്റ് കിങ് ആണ്. മോൺസ്റ്റർ റേസിന്റെ ഗ്രേറ്റ് കിങ് ആയി ഹെക്ടറെ ആ മോൺസ്റ്റർ റേസിന്റെ പാത്തോഹവൻ അവരോധിച്ചിരിക്കുകയാണ്. മോൺസ്റ്റർ റേസിന്റെ പാർട്ടായി മാറിയ ഹെക്ടറുടെ ശക്തി മാർക്കിനേക്കാൾ വളരെ വളരെ മുകളിലാണ്. ഒരു 6th ലെവൽ ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് സ്റ്റേജുകാരന്റെ ശക്തിയെങ്കിലും ഹെക്ടർക്ക് കാണുമെന്ന് അവന്റെ ആ ആക്ഷൻസ് കാണുന്ന ഏവർക്കും മനസ്സിലാവുന്നുണ്ട്. മാർക്ക് ഒരു 4th ലെവൽ ട്രിബുലേഷൻ ട്രാൻസ്സെൻഡിങ് സ്റ്റേജിലെ യോദ്ധാവാണ്. മാർക്കിന് പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിക്കുകയും വേണ്ട. ആ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും ശക്തൻ മാർക്ക് ഫെല്ലറാണ്.
മാർക്കിന്റെ ആ ഗ്രീൻ സോഡ് എനർജി അവിടെ ആ ഹെക്ടർ തടുത്തതും മാർക്ക് ആ ഗോസ്റ്റ് വേൾഡിൽ വെച്ച് പഠിച്ച അടുത്ത ഐറ്റം പുറത്തിറക്കി. ബ്രീത്ത് ഓഫ് യെല്ലോ സ്പ്രിങ്സ് ആണ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത്. ആ ഗോസ്റ്റ് വേൾഡിൽ വെച്ച് മാർക്കിനെ ആക്രമിച്ച ആ മഞ്ഞ നദികളുടെ ശക്തി മാർക്ക് സമാഹരിച്ചിട്ടുണ്ട്. മാർക്ക് യെല്ലോ സ്പ്രിങ്സ് ആക്ടിവേറ്റ് ചെയ്തതും ഹെക്ടർ ടെങ് അവന്റെ കൈ വെറുതെ ഒന്ന് ചലിപ്പിച്ചതേ ഉള്ളൂ. ആ കൈയുടെ ചലനം ചെറിയൊരു കുഞ്ഞു പ്രകാശം ഉണ്ടാക്കി. ആ പ്രകാശം മാർക്കിന്റെ ആ മഞ്ഞ നിറത്തുള്ള അരുവികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ചിതറി തെറിപ്പിക്കുകയായിരുന്നു. പെട്ടെന്ന് ആ നദികൾ അപ്രത്യക്ഷമായെന്ന് പറയാം. മാർക്ക് ആ ഗോസ്റ്റ് വേൾഡിൽ വെച്ച് പഠിച്ച അൺബിലീവബിൾ ടെക്നിക്കുകൾ പലതും മാർക്കിന്റെ കൈവശമുണ്ട്. ആ ടെക്നിക്കുകൾ ഒന്നൊന്നായി മാർക്ക് ഉപയോഗിച്ചെങ്കിലും ഹെക്ടർ ടെങ്ങിന് മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. മാർക്കിന്റെ ഏറ്റവും വലിയ അറ്റാക്കിംഗ് സൂത്രം എന്ന് പറയുന്നത് ഗോഡ് സ്ലേയിങ് ഡസ്ക് എന്നുള്ള അറ്റാക്കാണ്. പെട്ടെന്ന് ഏത് അന്തരീക്ഷത്തെയും സന്ധ്യയ്ക്ക് സമാനമായി കൺവേർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ആ അറ്റാക്കിന്റെ ഭാഗമായി ഉണ്ടാകുക. ആക്രമിക്കപ്പെടുന്ന ആളിന്റെ ശക്തിയെ വൃദ്ധന്റെ ശക്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഗോസ്റ്റ് വേൾഡിന്റെ ടെക്നിക്ക് മാർക്ക് ഫെല്ലർ അത് ആക്ടിവേറ്റ് ചെയ്തെങ്കിലും അതും വർക്കൗട്ട് ആയില്ല. മാർക്ക് തന്റെ കയ്യിലുള്ള എല്ലാ ടെക്നിക്കുകളും ഒന്നൊന്നായി ഹെക്ടർക്ക് നേരെ ഉപയോഗിക്കുകയാണ്. ഹെക്ടർ ആണെങ്കിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. മാർക്കിന്റെ ഈ അറ്റാക്ക് ഒക്കെ അയാൾക്കൊരു തമാശ പോലെയാണ്. മാർക്ക് ഫെല്ലറുമായി അനവധി തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് ഹെക്ടർ ടെങ്. അപ്പോഴൊക്കെ ഹെക്ടർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. അയാൾക്ക് മാർക്കിനെ പരാജയപ്പെടുത്തണം. മാർക്കിനെ പരാജയപ്പെടുത്തി വിജയിച്ചാൽ മാത്രമേ അയാളുടെ ഉള്ളിലുള്ള ആ പ്രശ്നം അവസാനിക്കത്തുള്ളൂ. അയാൾ അജേയനായി വളരണമെങ്കിൽ മാർക്കിനെ പരസ്യമായി തോൽപ്പിക്കണം. മാർക്കിന്റെ ഗുരുനാഥനായ ഡീൻ ലീയുടെ സാന്നിധ്യത്തിൽ മാർക്കിനെ പരാജയപ്പെടുത്തുമ്പോൾ അത് സ്വാഭാവികമായും സാധ്യമാകും. അതുകൊണ്ട് തന്നെ ഹെക്ടർ ടെങ് വല്ലാത്ത ആവേശത്തിലാണ്. ഹെക്ടർ ടെങ് മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. മാർക്ക്, ഇത്രയുള്ള നിന്റെ കയ്യിൽ ഞാൻ കരുതിയത് നീ അതിശക്തനായി മാറിയിട്ടുണ്ടാവുമെന്നാണ്. ഇതിപ്പോ എനിക്ക് ഒരു കൈക്ക് പോലും നീ ഇല്ലാതായല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെക്ടർ ടെങ് കൈയൊന്നുയർത്തി ഒരൊറ്റയാടി. ശരിക്കും 1000കണക്കിന് കൂടങ്ങൾ ഒന്നിച്ച് മാർക്ക് ഫെല്ലറുടെ തലയിലേക്ക് പാഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് ആ അടി സൃഷ്ടിച്ചത്. സകല മേഖലയിലും ഒരു വല്ലാത്ത പ്രഷർ അനുഭവപ്പെടുകയാണ്. മാർക്ക് തന്റെ ബോഡി കവറിംഗ് ടെക്നിക്കുകൾ എല്ലാം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ നിമിഷത്തിൽ ലൈറ്റനിങ് വേഗതയിൽ ഫ്ലവർ ഗ്രാനി ആക്ട് ചെയ്തു. ഫ്ലവർ ഗ്രാനിയുടെ കൈകൾ പ്രത്യേക രീതിയിൽ ചലിക്കുകയാണ്. അന്തരീക്ഷത്തിൽ ആ കൈകൾ ചലിച്ചതും ശരിക്കും ആ അന്തരീക്ഷം ആകെ മാറി മറിഞ്ഞു. ഹെക്ടർ ടെങ്ങിന്റെ അടി മാർക്കിന്റെ ബോഡിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ നിമിഷത്തിൽ എന്റെ അന്തരീക്ഷം അങ്ങ് മാറുകയാണ്. അവിടെ പെട്ടെന്ന് ഒരു വസന്തകാലം ഉണ്ടായി. ചുറ്റും അനവധി ചെടികളും പൂക്കളും അതിവേഗതയിലാണ് ഹെക്ടർ ടെങ്ങിനും മാർക്കിനും ഇടയിൽ ഉണ്ടായത്. സകല സ്ഥലത്തും ചിത്രശലഭങ്ങളും പൂക്കളും കിളികളും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം. ഹെക്ടർ അമ്പരപ്പോടെ ആ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ആ അന്തരീക്ഷം ആകെ മാറി. പെട്ടെന്ന് അതങ്ങ് വേനലായി. അതിശക്തമായി ചൂട് സകല സ്ഥലത്തും അനുഭവപ്പെടുന്ന ഒരു വേനൽ. ഇഷ്ടംപോലെ പഴങ്ങൾ കാച്ചു നിൽക്കുന്ന ഒരു കാലാവസ്ഥ. ഹെക്ടർ തന്റെ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചയെ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ വേനൽ മാറി മഴ ആരംഭിച്ചു. ടൺ കണക്കിന് വെള്ളം ആകാശത്ത് നിന്ന് മഴമേഘങ്ങൾ വഴി താഴേക്ക് പാഞ്ഞിറങ്ങുന്ന ആ കാഴ്ച കണ്ട ഹെക്ടർക്ക് ഒരു പിടി കിട്ടുന്നില്ല. പക്ഷെ ഹെക്ടർ പെട്ടെന്ന് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. താൻ വയസ്സായിരിക്കുന്നു. ഹെക്ടറുടെ ആ ചെറുപ്പമൊക്കെ നഷ്ടപ്പെട്ട് ഹെക്ടർ നല്ല വയസ്സനായി മാറിയിരിക്കുകയാണ്. ഹെക്ടർ തന്റെ ബോഡിയിലേക്ക് നോക്കിയപ്പോൾ അവന്റെ ബോഡി ശരിക്കും ചുക്കിച്ചുളിഞ്ഞിരിക്കുകയാണ്. മരണത്തിന്റെ തൊട്ടടുത്തെത്തിയ ഒരു രൂപത്തിന്റെ രീതിയാണ് ഹെക്ടർ കണ്ടത്. ഹെക്ടർക്ക് അങ്ങനെ തോന്നുന്ന ആ സമയത്ത് ഹെക്ടറിന് മുന്നിൽ മഴ പെയ്യുകയാണ്. ആ മഴ പെയ്യുന്നു എന്ന് ഹെക്ടർക്ക് തോന്നിയ ആ നിമിഷത്തിൽ മഴ മാറി ശരിക്കും ഒരു തണുപ്പ് കാലമാണ്. ചുറ്റും മഞ്ഞ് ഉറഞ്ഞു കിടക്കുന്ന ഒരു കാലാവസ്ഥ. സകലതും മഞ്ഞിൽ കുളിച്ചു കിടക്കുകയാണ്. ആ കാഴ്ച കണ്ട ഹെക്ടർ അത്ഭുതത്തോടെ ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആ അന്തരീക്ഷം പിന്നെയും മാറുകയാണ്. പിന്നെയും ഇതാ പൂക്കളും ചിത്രശലഭങ്ങളും ഒക്കെയായി വസന്തകാലം ഓടിയെത്തി. ആ നിമിഷത്തിൽ ഹെക്ടർ ഒരു കാര്യം കണ്ടു. താൻ വീണ്ടും ചെറുപ്പമായിരിക്കുന്നു. താൻ ചെറുപ്പമായല്ലോ എന്ന് ഹെക്ടർക്ക് തോന്നിയ ആ നിമിഷത്തിൽ പിന്നെയും വേനൽക്കാലവും തുടർന്ന് മഴക്കാലം വന്നപ്പോൾ ഹെക്ടർ വയസ്സാവുകയും ചെയ്തു. ഹെക്ടറുടെ മനസ്സിലൂടെയും കൺമുന്നിലൂടെയും ഈ കാഴ്ചകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെക്ടർ വയസ്സാകുന്നു, ചെറുപ്പാകുന്നു, വയസ്സാകുന്നു, ചെറുപ്പാകുന്നു. ആകെ ഒരു കൺഫ്യൂഷൻ ഹെക്ടർക്കുണ്ട്. പക്ഷെ ആ കൺഫ്യൂഷൻ ഉണ്ടായ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ സകല ആളുകളെയും ആ സുമേരു റിങ്ങിനകത്തേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞു. സകല ആളുകളെയും സുമേരു റിങ്ങിനകത്തേക്ക് വലിച്ചു കയറ്റിയ മാർക്ക് ഫെല്ലർ ഫ്ലവർ ഗ്രാനിയും വലിച്ചുകൊണ്ട് ഒരൊറ്റ കുതിപ്പ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഹെക്ടർ ടെങ്ങിന് മനസ്സിലാക്കും മുമ്പ് മാർക്ക് ഫെല്ലർ ആ സുമേരു റിങ്ങുമായി അവിടുന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു. എത്രയെങ്കിലും ദൂരം കഴിഞ്ഞിട്ടാണ് ശരിക്കും മാർക്ക് ഫെല്ലർ ഒന്ന് നിൽക്കുന്നത്.
ഇപ്പോ മാർക്ഫെല്ലറുടെ സുമേരു റിങ്ങിനകത്ത് സാക്ഷാൽ ഈവിൾ എക്സ്ട്രമിനേറ്ററും അങ്കിൾ ലിങ്ങും ലിങ്കുരും ഒക്കെ ഉണ്ട്. അവരെയൊക്കെ അമ്പരപ്പിച്ച ഒരു രംഗത്തിലാണ് അവരെല്ലാവരും സാക്ഷിയായത്. ഈവിൾ എക്സ്ട്രമിനേറ്റർ വിചാരിച്ചാലും തോൽപ്പിക്കാൻ കഴിയാത്ത ശൈലിയിൽ ശക്തനായ ഒരു എതിരാളിയാണ് അവരവിടെ കണ്ടത്, ഹെക്ടർ ടെങ്ങിനെ. ഒരുപാട് ദൂരേക്ക് അവരെത്തിയതും ഈവിൾ എക്സ്ട്രമിനേറ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ ഇവിടെ ഇറങ്ങാം. ഈവിൾ എക്സ്ട്രമിനേറ്ററും അങ്കിൾ ലിങ്ങും ലിങ്കുരും അവിടെ ഇറങ്ങിയതും മാർക്ഫെല്ലർ ആ റിങ് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു. ശരിക്കും ആ സമയത്ത് റിങ്ങിനകത്ത് ഫ്ലവർ ഗ്രാനി വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. മാർക്ഫെല്ലർ ഫ്ലവർ ഗ്രാനിയുടെ അടുത്തേക്ക് കുനിഞ്ഞിട്ട് തന്റെ ശരീരത്തിലെ മെഡിസിനൽ ഊർജം ഫ്ലവർ ഗ്രാനിയുടെ ബോഡിയിലേക്ക് പതുക്കെ പാസ് ചെയ്തു. അത് കണ്ടതും ഫ്ലവർ ഗ്രാനി പറഞ്ഞു, ഹേയ് മാർക്ക്, അതിന്റെ ആവശ്യമില്ല. ഞാനേ കളിച്ചത് ടൈം വെച്ചാണ്. കാലമാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രിതാവ്. ആ കാലത്തെയാണ് ശരിക്കും ഇവിടെ ഫ്ലവർ ഗ്രാനി എടുത്ത് ഉപയോഗിച്ചത്. ഏതാനും നിമിഷ നേരത്തേക്കാണെങ്കിലും സകല ടൈമും മാറ്റിമറിക്കാൻ ഫ്ലവർ ഗ്രാനിക്ക് പറ്റിയിരുന്നു. അവിടെ ഹെക്ടർ ടെങ്ങിന് മുന്നിൽ വസന്തകാലവും വേനൽക്കാലവും മഴക്കാലവും ശൈത്യകാലവും ഒക്കെ നിമിഷ നേരം കൊണ്ടാണ് ഫ്ലവർ ഗ്രാനി സൃഷ്ടിച്ചത്. അത് ഫ്ലവർ ഗ്രാനിയുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. പക്ഷെ ആ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ ശരീരത്തിലെ എൻറ്റയർ ഊർജ്ജവും എടുത്ത് ഉപയോഗിക്കേണ്ടി വരും. ഫ്ലവർ ഗ്രാനിയുടെ ബോഡിയിൽ നിന്ന് ഏകദേശം 30% ഊർജ്ജമാണ് ആ ഒരൊറ്റ സ്പെല്ലിൽ ആ നിമിഷം കൊണ്ട് നഷ്ടമായത്. അതിൻ്റെതായ ഒരു ക്ഷീണമാണ് ഫ്ലവർ ഗ്രാനിക്കുള്ളത്. ഡീൻലി ഫ്ലവർ ഗ്രാനിയുടെ അടുത്തുണ്ട്. ഡീൻലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ കഷിച്ച രക്ഷപ്പെട്ടത്. പക്ഷേ എനിക്കിപ്പോഴും അവിടെയുള്ള ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനുണ്ട്. ഒരുപാട് മനുഷ്യര് ആ യൂണിക്കോൺ കോണ്ടിനെന്റിനകത്തുണ്ട്. കോടിക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടെന്ന് പറയാം. ആ ആളുകളെ രക്ഷിക്കാനായിട്ടാണ് യഥാർത്ഥത്തിൽ ഡീൻലി ആ സംഘാംഗങ്ങളൊപ്പം അവിടെ എത്തിയത്. പക്ഷെ അവർക്ക് ആ ആളുകളെ രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഡീൻലി അത് പറഞ്ഞതും ജീന ഡീൻലിയോട് പറഞ്ഞു, എനിക്ക് ഇപ്പൊ ഒരു മെസ്സേജ് കിട്ടി. ജീനയ്ക്ക് മെസ്സേജ് കിട്ടി എന്ന് ജീന പറയുന്ന ആ സമയത്ത് മാർക്ഫെല്ലർ പെട്ടെന്ന് ജീനയെ നോക്കി പോവുകയാണ്. ജീനയ്ക്ക് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ ഒരുപാട് ചാരന്മാരുണ്ട്. ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്കാണ് എമിലി ബ്ലാക്ക് പോയിരിക്കുന്നത്. മാർക്ക് അമ്പരപ്പോടെ ജീനയെ നോക്കുമ്പോൾ ജീന പറഞ്ഞു, നമുക്ക് എത്ര പെട്ടെന്ന് സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ എത്തണം. എമിലി ബ്ലാക്ക് പോയിരിക്കുന്ന ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ എന്തൊക്കെയോ വിഷയങ്ങൾ ഉണ്ടായെന്ന് ജീനയ്ക്ക് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ജീന ആ കാര്യം അവിടെ പറഞ്ഞത്. അത് കേട്ടതും ഡീൻലിയും മാർക്കും ഉൾപ്പെടെയുള്ള സംഘം അതിവേഗം സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് തിരിച്ചു. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് മാർക്കും ഡീൻലിയും യാത്ര ചെയ്യുമ്പോൾ അവര് ചർച്ച ചെയ്തത് സാക്ഷാൽ ഹെക്ടർ ടെങ്ങിനെ കുറിച്ചാണ്. മോൺസ്റ്റർ റേസിന് അതിശക്തനായ ഒരു യോദ്ധാവിനെ ലഭിച്ചിരിക്കുകയാണ്. ഇതുവരെ 4th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ യോദ്ധാക്കളാണ് മോൺസ്റ്റർ റേസിന്റെ ഭാഗമായിരുന്നെങ്കിൽ ഇതാ 6th ലെവലിന്റെ ശക്തിയുള്ള ഒരാൾ കൂടി അവിടെ ഭാഗമായിരിക്കുന്നു. മോൺസ്റ്റർ റേസ് ഇപ്പോ ഹെക്ടർ ടെങ്ങിന്റെ സാന്നിധ്യം കൊണ്ട് കൂടുതൽ ശക്തമാവുകയാണ്. നേരത്തെ തന്നെ ആ അതിശക്തനായ സന്യാസി മോൺസ്റ്റർ റേസിന്റെ ഭാഗമായോ എന്നൊരു സംശയം അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അനവധി ആളുകളാണ് ഇപ്പോ മോൺസ്റ്റർ റേസിന്റെ ഭാഗമായിരിക്കുന്നത്. അവരതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ സുമേരു റിങ്ങിനകത്തുള്ള ആ സന്യാസിയുടെ ശിഷ്യനായ വാൻ കൂടി ആ സുമേരു റിങ്ങിൽ നിന്ന് പുറത്തിറങ്ങി. അയാൾക്കും സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലേക്ക് പോകാനുള്ള താല്പര്യമില്ല. അയാളും അവിടെ ഇറങ്ങിക്കഴിഞ്ഞതും ആ ടീം സോളിറ്ററി ക്ലൗഡ് സിറ്റി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഈ സമയത്ത് സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് അകത്ത് സാക്ഷാൽ എമിലി ബ്ലാക്ക് പല കാര്യങ്ങളും കണ്ടു. അവിടെ അതിശക്തരായ യോദ്ധാക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ യോദ്ധാക്കളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. മോൺസ്റ്റർ റേസും ഗോസ്റ്റ് റേസും ഡീമൺ റേസും അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകളും കൊല്ലപ്പെടാനുള്ള സർവ്വ സാധ്യതയുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷനാണ് എമിലി ബ്ലാക്ക് കളക്ട് ചെയ്തിരിക്കുന്നത്. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കഴിഞ്ഞ എമിലി ആ വിവരം മാർക്കിനെയും കൂട്ടരെ അറിയിക്കാനായി സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ നിന്ന് അതിവേഗം പുറത്തേക്ക് നീങ്ങുകയാണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ നിന്ന് ആരും അറിയാതെ പുറത്തെത്തിയ എമിലി ബ്ലാക്ക് ചെന്നുപെട്ടത് കുറച്ച് ആളുകളുടെ മുന്നിലേക്കാണ്. സോളിറ്ററി ക്ലൗഡ് സിറ്റിയുടെ ഷാഡോ സിറ്റി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് എമിലി എത്തിയപ്പോഴാണ് എമിലിയെ ചില ആളുകൾ അങ്ങ് വളഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഒരു സുന്ദരനുണ്ട്. അവൻ എമിലിയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഏയ് സെയിന്റസ്, നിങ്ങളെന്താ ഇവിടെ? ആ ചോദ്യം ചോദിച്ച വ്യക്തിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് എമിലി പറഞ്ഞു, ഞാനേ സോളിറ്ററി ക്ലൗഡ് സിറ്റി വരെ വന്നതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനി മടങ്ങിപ്പോകേണ്ട കാര്യമില്ല. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറയുമ്പോൾ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. അവൻ അത് പറയുന്ന നിമിഷത്തിൽ അവന്റെ പുറകിലായി അനവധി ആളുകൾ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ശരിക്കും ശക്തർ തന്നെയാണ്. എമിലി ബ്ലാക്ക് അവരെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ഒന്ന് കറങ്ങി. ശരിക്കും പമ്പരം പോലെ എമിലി ഒന്ന് കറങ്ങുന്ന രംഗം അവരൊക്കെ കണ്ടതാണ്. പക്ഷെ അടുത്ത നിമിഷത്തിൽ എമിലി അവരുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. അതിവേഗതയിലാണ് എമിലി അവർക്ക് മുന്നിൽ നിന്ന് അപ്രത്യക്ഷമായത്.
ആ കാഴ്ച കണ്ട ആ ചെറുപ്പക്കാരൻ ഒന്ന് ചിരിച്ചു. ഓഹോ, ബ്ലാക്ക് കുടുംബത്തിലെ സെയിന്റസിന് സ്പെഷ്യൽ ടെക്നിക്കൊക്കെ നന്നായി വണങ്ങുമല്ലേ. സാരമില്ല, നമുക്ക് ഇനിയും കാണാം. ആ ചെറുപ്പക്കാരൻ വളരെ കൂളായി അങ്ങനെ പറയുമ്പോൾ അവൻ അണിഞ്ഞിരിക്കുന്ന ആ ഡ്രസ്സിലെ വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിവിനേഷൻ സെക്ഷൻ എന്നാണ് ആ ഡ്രസ്സിൽ എഴുതിയിരിക്കുന്നത്. ആ ഡിവിനേഷൻ സെക്ഷന്റെ ആളുകളുടെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ട എമിലി ബ്ലാക്ക് ഒത്തിരി പ്രാവശ്യത്തെ ടെലിപ്പോർട്ടേഷൻ ആക്ടിവിറ്റീസിന്റെ ഫലമായിട്ട് അവസാനം മാർക്ക് ഫെല്ലറുടെ ആ സുമേരു റിങ്ങിനകത്തെത്തി. അവിടെ എത്തുമ്പോൾ എമിലി ശരിക്കും കിതയ്ക്കുന്നുണ്ടെന്ന് പറയാം. 10 തവണയെങ്കിലും എമിലി അവളുടെ ആ ടെലിപ്പോർട്ടേഷൻ ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തതാണ്. അവളൊരു നിശ്ചിത ദൂരത്തേക്കാണ് ഓടി രക്ഷപ്പെടുക. അവിടെ നിന്ന് കുറച്ചു ദൂരം ഓടിയതിനു ശേഷം വീണ്ടും ടെലിപ്പോർട്ടേഷൻ ആക്ടിവേറ്റ് ചെയ്യും. എങ്ങനെയാണ് എമിലി മാർക്കുമായി കോൺടാക്ട് ചെയ്തതും അവസാനം മാർക്കിന്റെ അടുത്ത് എത്തുന്നത്. എമിലി ബ്ലാക്ക് സോളിറ്ററി ക്ലൗഡ് സിറ്റിക്ക് പുറത്തു വച്ച് ആ സോളിറ്ററി ഷാഡോ സിറ്റിയിൽ കണ്ട ആളുകളെ കുറിച്ച് ഡീൻലിയും മാർക്കിനും ധരിപ്പിച്ചു. എമിലി പറഞ്ഞ കാര്യം കേട്ടപ്പോൾ ഡീൻലിക്ക് ആകെ അത്ഭുതം. ആ സന്യാസമല സെക്ഷനിലെ ഏറ്റവും ശക്തൻ മോൺസ്റ്റർ റേസിന്റെ ഭാഗമായിരിക്കുകയാണ്. അതേപോലെ മറ്റൊരു അതിശക്തമായ സെക്ഷനാണ് ഈ ഡിവിനേഷൻ സെക്ഷൻ. ആ സെക്ഷനും ഇപ്പോൾ മനുഷ്യർക്ക് എതിരായി മാറുകയാണ്. ആ സെക്ഷനിലെ ആളുകൾ എമിലി ബ്ലാക്കിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതിന്റെ അർത്ഥവും വ്യക്തമാണ്. അവരും ഡീമൺ റേസ്, ഗോസ്റ്റ് റേസ് അല്ലെങ്കിൽ മോൺസ്റ്റർ റേസ്, ഈ ഏലിയൻ റേസുകളുമായി കണക്ട് ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ അങ്ങനെ ഒരു അറ്റാക്ക് എമിലി ബ്ലാക്കിന് നേരെ നടത്തേണ്ടതല്ല. ഒരു വിശകലനം ഡീൻലി നടത്തിയപ്പോൾ ഡീൻലിയോട് ചോദിച്ചു, ഡീൻലി, നമ്മളിനി എന്താ ചെയ്യുക? അതിന് ഉത്തരമായി ഡീൻലി പറഞ്ഞു, നമുക്ക് ജൂവിന്റെ സ്ഥലത്തേക്ക് മടങ്ങാം. പർഗേറ്ററിയിലേക്ക് വന്ന മാർക്ക് ഫെല്ലറും ടീമും അങ്ങനെ അവിടെ നിന്ന് ഹോളി റീജിയനിലേക്ക് മടങ്ങി. ശരിക്കും പർഗേറ്ററിയിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ പർഗേറ്ററിയിൽ എമിലി ബ്ലാക്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അതിശക്തരായ മോൺസ്റ്റേഴ്സും ഡീമൺസും ഉണ്ട്. അവരെ എതിരിടാനുള്ള ശക്തി മാർക്ക് ഫെല്ലറുടെ ആ സംഘത്തിലില്ല. കൂടുതൽ ശക്തി നേടിയതിനു ശേഷം പർഗേറ്ററിയിലേക്ക് പോകുന്നതാണ് അഭികാമ്യമെന്ന് എമിലി ബ്ലാക്കിന്റെ റിപ്പോർട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ആ എൻ്റെ ടീമും ഹോളി റീജിയനിലേക്ക് മടങ്ങിയെത്തിയത്. അവര് ഹോളി റീജിയനിൽ മടങ്ങിയെത്തിയത് ജൂവിന്റെ ആസ്ഥാനത്തേക്കാണ്, ആ ഹുനാങ് മൗണ്ടനിലേക്ക്. ഹുനാങ് മൗണ്ടനിൽ അവരെത്തിയതും ഡീൻലി എല്ലാവരുടെയുമായ ഒരു മീറ്റിംഗ് വിളിച്ചു. വെൻലിയും എറിക്കും ഉൾപ്പെടെ എല്ലാവരും ആ മീറ്റിംഗ് പങ്കെടുക്കുകയാണ്. ഡീൻലി എല്ലാവരോടായി പറഞ്ഞു, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡീൻലി എല്ലാവരോടായി പറഞ്ഞു, നമുക്ക് ഒരു സംഘടന രൂപീകരിക്കണം. തണ്ടർ കോർട്ട്യാർഡ് എന്ന അതിശക്തമായ സ്ഥാപനം നടത്തി തഴക്കവും പഴക്കവുമുള്ള വ്യക്തിയാണ് ഡീൻലി. ഡീൻലിക്ക് ഒരു സ്ഥാപനത്തിന്റെ ആവശ്യകത നന്നായിട്ട് അറിയാം. ജൂവിന്റെ ആ മല ബേസ് ചെയ്തുകൊണ്ട് തണ്ടർ കോർട്ട്യാർഡ് പോലെ അതിശക്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഡീൻലിയുടെ ടാർഗറ്റ്. ഡീൻലി ആ കാര്യം പറഞ്ഞതും പൗലി മാസ്റ്റർ അതിനോട് യോജിച്ചു. അത് നല്ലതാ, നമുക്ക് ഒരു ടീം ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവസാനം ചർച്ച ചെയ്ത് അവര് ആ ടീമിന് ഒരു പേരും കണ്ടെത്തി, ഹ്യൂമൻ റേസ് വാച്ച്. മനുഷ്യവംശത്തിന് എന്തെങ്കിലും അപകടം ഉണ്ടാകുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യുന്ന ഒരു സംഘടന. ഹ്യൂമൻ റേസ് വാച്ച് എന്ന സംഘടന അങ്ങനെ നിലവിൽ വന്നു. ഡീൻലിയാണ് സംഘടനയുടെ തലപ്പത്ത്. ഒരുപാട് ആളുകൾ ആ സംഘടനയിലുണ്ട്. ജീനയ്ക്കാണ് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ചുമതല. ജീനയ്ക്ക് ഒരുപാട് ബന്ധങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട്. പർഗേറ്ററിയിലും ഹോളി റീജിയനിലും ജീന വിചാരിച്ച പല കാര്യങ്ങളും നടക്കും. ജീന അതിവേഗം ആ മെസ്സേജ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തു തുടങ്ങി. ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് യോദ്ധാക്കളുണ്ട് മാർക്കിനെ പോലെയുള്ള. അത്തരത്തിലുള്ള യോദ്ധാക്കളോട് മനുഷ്യവംശത്തെ അറ്റാക്ക് ചെയ്യുന്ന മോൺസ്റ്റർ റേസിനെയും അതുപോലെ ഗോസ്റ്റ് റേസിനെയും ഡീമൺ റേസിനെയും നേരിടാൻ ഒന്നിച്ചു നിൽക്കാൻ ആവശ്യപ്പെടുന്ന ജീനയുടെ മെസ്സേജ് എല്ലാ മേഖലയിലേക്ക് പാസ് ചെയ്യണം. ഡീൻലിയുടെ നേതൃത്വത്തിൽ ഹുനാങ് മൗണ്ടനിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടെന്നും അതിന് ഹ്യൂമൻ റേസ് വാച്ച് എന്നാണ് പേരെന്നും ജീന എല്ലാവരെയും അറിയിച്ചു. അതിന് ഫലമുണ്ടായി. ഏകദേശം 400ഓളം കൾട്ടിവേറ്റേഴ്സ് ആണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ആ ഹുനാങ് മൗണ്ടനിലേക്ക് എത്തിയത്. അവരെ പുതിയ ടെക്നിക്കുകൾ പഠിപ്പിക്കാൻ മാർക്കിന്റെ കയ്യിലും ഡീൻലിയുടെ കയ്യിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ അതിവേഗം പരിശീലനം നടക്കുകയാണ്. ഒരു യുദ്ധം അനിവാര്യമാണ്. അക്കാര്യത്തിൽ അവിടെ വരുന്ന ആളുകൾക്കോ അവർ സംഘടിപ്പിച്ച ആളുകൾക്കോ ഒരു സംശയവുമില്ല. ജൂവിന്റെ ആ മല വളരെ വിശാലമാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. കൾട്ടിവേഷൻ ആക്ടിവിറ്റീസ് അതിവേഗം നടക്കുകയാണ്. എമിലി ബ്ലാക്കും മാർക്ക് ഫെല്ലർ ഉൾപ്പെടെ എല്ലാവരും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു തിടുക്കത്തിലുമാണ്. ഈ പ്രക്രിയ അങ്ങനെ നടക്കുമ്പോൾ ഹോളി റീജിയനിൽ ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാകുകയാണ്. ഹോളി റീജിയനിലെ സ്കൈ സിറ്റിയിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ പ്രതിനിധികൾ എല്ലാം എത്തിയിട്ടുണ്ട്. ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളാണ് എത്തിയിരിക്കുന്നത്. ബ്ലാക്ക് കുടുംബവും ഷീ കുടുംബവും യാവോ കുടുംബവും ജിയാങ് കുടുംബവും ഗു കുടുംബവും എല്ലാം ഉണ്ട്.
ടെങ് കുടുംബത്തിലെ ടെങ് സിന്നർ തന്നെ എത്തിയിട്ടുണ്ട്. ഷീ കുടുംബത്തിൽ നിന്ന് എത്തിയിരിക്കുന്നത് ഷീ ലീമാനാണ്. ബ്ലാക്ക് കുടുംബത്തിൽ നിന്ന് സാക്ഷൽ താനിഷിയുണ്ട്. വേറെയും അനവധി ആളുകളുണ്ട്. നീ കുടുംബവും യാവോ കുടുംബവും ആ 9 ഗ്രേറ്റ് കുടുംബങ്ങളിൽ നിന്ന് ഏതാണ്ട് പുറത്തായതുപോലെയാണ്. നീ കുടുംബത്തെ ഇമ്മോർട്ടൽ ക്രെയിനും ശ്രീറാമും ചേർന്ന് പൊളിച്ച് അടുക്കിയിരിക്കുകയാണ്. അവിടെ ഒരു എൽഡർ മാത്രമേ ഇപ്പോൾ ഉള്ളെന്ന് പറയാം. ആ എൽഡറെ പോലെ ഈ പറകേറ്റിൽ ഉണ്ടായിരുന്ന ബാക്കി എൽഡേഴ്സ് ഒക്കെ ഇന്ന് ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. ഗു കുടുംബത്തിനെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്ന വ്യക്തി പറകേട്രിയിൽ ഉണ്ടായിരുന്ന ആ ലേഡിയാണ്. ഗു ഗീന എന്ന് വിളിക്കപ്പെടുന്ന ആ ലേഡി ആ മീറ്റിംഗിൽ സജീവമായി പങ്കെടുക്കുകയാണ്. ഇവർക്ക് പുറമെ തണ്ടർ കോർട്ട്യാർഡിനെ പ്രതിനിധീകരിച്ച് ആളുകളും എത്തിയിട്ടുണ്ട്. ആ തണ്ടർ കോർട്ട്യാർഡിനെ കൂടി ഇപ്പോൾ ആ ഗ്രേറ്റ് കുടുംബങ്ങൾ അവരുടെ ഭാഗമാക്കിയിരിക്കുകയാണ്. അങ്ങനെ 9 ഗ്രേറ്റ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് 7ആയി ചുരുങ്ങിയിട്ട് തണ്ടർ കോർട്ട്യാർഡുമായി ചേർന്നപ്പോൾ 8ആയിരിക്കുകയാണ്. അവർ 8 പേർക്ക് പുറമെ യാവോ കുടുംബവും നീ കുടുംബവും ഉണ്ട്. ഇതിനു പുറമെ മറ്റ് അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളും അവിടെ ഉണ്ട്. നീ കുടുംബത്തിനും യാവോ കുടുംബത്തിനും ഇപ്പോൾ വോട്ടിംഗ് പവർ ഇല്ല എന്ന് പറയാം. തണ്ടർ കോർട്ട്യാർഡ് ഉൾപ്പെടെ 8 പേർക്കാണ് വോട്ടവകാശം ഉള്ളത്. അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങൾ വേറെ ഒരുപാടുണ്ട്. അവരൊക്കെ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവർക്കാർക്കും വോട്ടവകാശമില്ല. വളരെ വിശദമായ ചർച്ചയാണ് നടക്കുന്നത്. ചർച്ച പൂർണ്ണമായും മനുഷ്യവംശത്തിന്റെ മുകളിലുള്ള ഏലിയൻസിന്റെ അറ്റാക്കിനെ കുറിച്ച് തന്നെയാണ്. പറകേട്രിയിൽ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പറകേട്രിയിലെ ആ 9 ലെവലുകളിലും ഡീമൺ റേസിന്റെയും മോൺസ്റ്റർ റേസിന്റെയും അതിശക്തമായ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ പിടിച്ചു നിൽക്കാൻ മനുഷ്യർക്ക് പറ്റുന്നില്ല. ആ കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. പറകേട്രി വീണാൽ ഉറപ്പായും ആ ആക്രമണകാരികൾ ഹോളി റീജിയനിലേക്ക് കടക്കും. ഹോളി റീജിയന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഗ്രീൻ റോക്ക് ഫോറസ്റ്റ്. ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഡീമൺ റേസുകാരുള്ളത്. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമാണ് ആ വനം. ആ വനത്തിനകത്തുള്ള ആ വന്യമൃഗങ്ങളൊക്കെ അതിശക്തരായി ഡീമനുകളായി ചെകുത്താനുകളായി മാറിയിരിക്കുകയാണ്. ആ ചെകുത്താന്മാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുകയാണ് സാക്ഷൽ ഇമ്മോർട്ടൽ ക്രെയിൻ. ആ ഇമ്മോർട്ടൽ ക്രെയിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സാക്ഷൽ ശ്രീറാമും ഉണ്ട്. അത് ഒരു ത്രെട്ടാണ്. അതിനും അപ്പുറത്താണ് പറകേട്രിയിൽ ഏതാണ്ട് അധികാരം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന മോൺസ്റ്റർ റേസുകാരുടെ വിജയം എന്ന് പറയുന്നത്. ആ മോൺസ്റ്റർ റേസ് ഈ ഹോളി റീജിയന്റെ ഭാഗമായ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തുള്ള ഡീമൺ റേസുമായി യോജിച്ച് ഒരു അറ്റാക്ക് ഹോളി റീജിയനിൽ നടത്തിയാൽ ഹോളി റീജിയൻ തുടച്ച് മാറ്റപ്പെടും. ആ ഭവിഷ്യത്തിനെ കുറിച്ചാണ് സകല ആളുകളും ആവേശപൂർവ്വം സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ ഗു കുടുംബത്തിലെ ആ ലേഡി ഉറക്കെ എല്ലാവരോടായി പറഞ്ഞു, ഇതിനിടയിൽ ഒരു പോസിറ്റീവ് കാര്യം ഞങ്ങൾ അറിഞ്ഞു. മാർക്ഫെല്ലറുടെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഹ്യൂമൻ റേസ് വാച്ച് എന്നാണ് അതിന്റെ പേര്. മനുഷ്യരെ ആക്രമിക്കുന്ന ഏലിയൻസിനെ എതിരിടുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഗു കുടുംബത്തിന്റെ ആ കാരണവത്തി ആ കാര്യം പറഞ്ഞത്. അത് കേട്ടതും ജിയാങ് കുടുംബത്തിന്റെ കാരണവരും അതേ വാചകം ആവർത്തിച്ചു. അതെ, മാർക്ഫെല്ലറുടെ നേതൃത്വത്തിലുള്ള ആ ടീം നമുക്കൊരു മുതൽക്കൂട്ടാണ്. പല ആളുകളും ആ ശൈലിയിൽ ഡയലോഗ് പറഞ്ഞതും യാവോ കുടുംബത്തിലെ ഒരാൾ എണീച്ചു. അയാൾ ഉറക്കെ പറഞ്ഞു, ഏയ് നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? നിങ്ങളെന്താ മാർക്ഫെല്ലറുമായി സഹകരിക്കാൻ പോവുകയാണ്? അവനെ അങ്ങനെ നമുക്ക് സഹകരിപ്പിക്കാൻ പറ്റില്ല. അത് കേട്ടതും ജിയാങ് കുടുംബത്തിന്റെ കാരണവർ പറഞ്ഞു, ഏയ് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളെ ഇവിടേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. അങ്ങനെ ജിയാങ് പറഞ്ഞതും നീ കുടുംബം എണീറ്റു. ഏയ് വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമല്ല, ആ മാർക്ക് നമ്മൾക്ക് അനുയോജ്യനായ വ്യക്തിയല്ല. അവൻ യഥാർത്ഥത്തിൽ മനുഷ്യർക്കെതിരാണ്. നീ കുടുംബവും മാർക്കും തമ്മിലുള്ള എതിർപ്പിനെ കുറിച്ച് ജിയാങ് കുടുംബത്തിനും അതുപോലെ ഈ ഗു കുടുംബത്തിനും അറിയാം. ബ്ലാക്ക് കുടുംബത്തിന്റെ ടാനിഷ് നിശബ്ദനായി ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ഷീ കുടുംബത്തിലെ ലീമാനും അവർ നിശബ്ദരായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ നീ കുടുംബവും യാവോ കുടുംബവും ഒരു വശത്തും ജിയാങ് കുടുംബവും ഗു കുടുംബവും മറുഭാഗത്തുമായിട്ട് ഒരു തർക്കം നടക്കുകയാണ്. ആ തർക്കം രൂക്ഷമായതും നീ കുടുംബത്തിലെ ആള് എണീറ്റ് ഒരു കാര്യം പറഞ്ഞു. നോക്ക് ഈ വിഷ്വൽ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ കൊണ്ടുവന്ന ഒരു വിഷ്വൽ അവിടെ പ്ലേ ചെയ്തു. മാർക്ഫെല്ലറും ശ്രീറാമും ശ്രീഹരിയും ചേർന്ന് അവിടെ ആ സതേൺ പ്രോവിൻസും നോർത്തേൺ പ്രോവിൻസും തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രംഗമാണ് അവിടെ വിഷ്വലായി വന്നത്. യുവാൻ ഷോ എന്ന ആ നോർത്തിലെ ലീഡറെ മാർക്കും ശ്രീഹരിയും ശ്രീറാമും ചേർന്ന് എതിരിടുകയാണ്. ആ വിഷ്വൽ കാണിച്ചിട്ട് നീ കുടുംബത്തിലെ ആ കാരണവർ പറഞ്ഞു, കണ്ടല്ലോ ഈ ശ്രീറാം ഇപ്പോ ഡീമൺ റേസിന്റെ ഭാഗമാണ്. ആ ഡീമൺ റേസിന്റെ ഭാഗമായ ശ്രീറാമുമായി തോളോട് തോൾ ചേർന്ന് യുദ്ധം ചെയ്യുന്ന ഈ മാർക്കിനെയാണോ നമ്മൾ നമ്മുടെ കൂട്ടത്തിലേക്ക് ചേർക്കേണ്ടത്? ജിയാങ് കുടുംബത്തിന്റെ കാരണവരും ഗു കുടുംബത്തിന്റെ കാരണവത്തെയും ശരിക്കും ഡിഫൻസിലാകുന്ന ഒരു വീഡിയോ ആണ് അവിടെ പ്ലേ ചെയ്തത്. മാർക്കും ശ്രീറാമും തമ്മിൽ വ്യക്തിപരമായി അടുപ്പമുണ്ടെന്നുള്ള ഒരു
ചിന്ത അവിടെ എല്ലാവർക്കും ഉണ്ടാക്കാൻ ആ വീഡിയോ കാരണമായി. കാരണം ആ ശൈലിയിൽ തോളോട് തോൾ ചേർന്ന് യുദ്ധം ചെയ്യുന്ന രംഗങ്ങളാണ് അവിടെ കാണിക്കപ്പെട്ടത്. സകലരും നിശബ്ദരായതും യാവോ കുടുംബക്കാർ എണീറ്റ് ഉറക്കെ പറഞ്ഞു. ഇത് മാത്രമല്ല, ആ ഡീമൺ റേസിനെ നയിക്കുന്ന ഇമോട്ടർ ക്രെയിനും ഈ മാർക്ക് ഫില്ലറും പണ്ടേ സുഹൃത്തുക്കളാണ്. ഡീമൺ റേസിന്റെ തലവന്റെ സുഹൃത്തിനെയാണോ നമ്മളെ രക്ഷിക്കാനായി നമ്മുടെ കൂട്ടത്തിൽ ചേർക്കണമെന്ന് പറയുന്നത്? എന്ത് വിരോധാഭാസമാണ് നിങ്ങൾ ഈ പറയുന്നത്? മാർക്ക് മനുഷ്യർക്കെതിരാണ്. ആദ്യം അവനെയാണ് തീർക്കേണ്ടത്. യാവോ കുടുംബം ആ വാചകം കൂടി പറഞ്ഞപ്പോൾ ജിയാങ് കുടുംബത്തിനും ഗു കുടുംബത്തിനും ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി. ശരിക്കും അവര് പെട്ടു എന്ന് തന്നെ പറയാം. ആ നിമിഷത്തിൽ ശരിക്കും മുഴക്കമുള്ള ഒരു ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. അവരിയ്ക്കുന്ന ആ ഹാളിൽ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനം ശരിക്കും അവരെ ഫേസ് ചെയ്യാതെ തിരിച്ചിട്ടിരിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ് ഇപ്പോ അവിടെ സംസാരിച്ചത്. ആ ആള് ആ സിംഹാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ശരിക്കും അവിടെ ഇരിക്കുന്ന ആരും അറിഞ്ഞില്ല എന്നാണ് സത്യം. ആളുടെ മുഴക്കമുള്ള ശബ്ദം അവിടെ ഉയർന്നു കേൾക്കുകയാണ്. നോക്ക്, നമ്മൾ തർക്കിക്കാനുള്ള സമയം ഇതല്ല. ഇപ്പോ പ്രശ്നം എന്താണ്? മാർക്ക് ഫെല്ലർ മനുഷ്യർക്കൊപ്പമാണോ ഡീമനുകൾക്കൊപ്പമാണോ എന്നത് തിരിച്ചറിയണമെന്നുള്ളതല്ലേ? ഒരു കാര്യം ചെയ്യാം, ഈ നിമിഷം മുതൽ ടെങ് സിന്നർ മാർക്കിനെ നിരീക്ഷിക്കട്ടെ. മാർക്ക് നമുക്കൊപ്പമാണ് എന്ന ബോധ്യമാകുന്നവരെ സിന്നർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുവരെ മാർക്കിനെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കേണ്ട. എന്തായാലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിനെ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല. ഇവിടെ നിന്ന് ഒരു ടീം ആ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വരെ പോകണം. അവരോട് കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ചർച്ച ഏത് ശൈലിയിൽ വേണമെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ആ ശബ്ദം ചോദിച്ചതും പെട്ടെന്ന് ആ എൻ്റെ ഹാളും നിശബ്ദമായി. സംസാരിച്ചത് ക്യൂൻ കുടുംബത്തിലെ അതിശക്തനായ യോദ്ധാവാണ്. ഈ 9 കുടുംബങ്ങളിൽ ഒരെണ്ണം ക്യൂൻ കുടുംബമാണ്. ക്യൂൻ കുടുംബം സാധാരണഗതിയിൽ നിശബ്ദത പാലിക്കേണ്ട പതിവ്. എന്നാൽ അവിടെയുള്ള ആരെക്കാളും പവർഫുൾ ആയുള്ള ഒരു യോദ്ധാവ് അവിടെ ഉണ്ടെന്നുള്ളത് സത്യവുമാണ്. അവിടെ നടക്കുന്ന ഒരു തരത്തിലുള്ള ഇന്നർ പൊളിറ്റിക്സിലും നേരിട്ട് ഇടപെടാത്ത വ്യക്തിയാണ് ആ ക്യൂൻ കുടുംബത്തിന്റെ അതിശക്തൻ. 2-3 പാത്ത് ഓഫ് ഹെവനുകൾക്ക് മുന്നേ 6th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിൽ എത്തിയ വ്യക്തിയാണ് ഈ യോദ്ധാവ് എന്ന് പറയുന്നത്. ആ യോദ്ധാവിൻ്റെ ആജ്ഞ ധിക്കരിക്കാൻ അവിടെ ഇരിക്കുന്ന ആർക്കും പറ്റില്ല. അങ്ങനെ അവസാനം ആ ധാരണയായി. ടെങ് സിന്നർ മാർക്കിനെ നിരീക്ഷിക്കുക എന്ന ധാരണ. ഈ സംഭവവികാസങ്ങളൊന്നും ജൂവിൻ്റെ മലയിലുള്ള ഡീലിയോ മാർക്കോ കൂടുള്ളവരോ അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 11 മണിയായപ്പോൾ അവിടേക്ക് ചില അതിഥികളെത്തി. അതിഥികൾ ഒരാൾ സാക്ഷൽ ടെങ് സിന്നറാണ്. വേറെയും 2-3 പേരുണ്ട്. അതിലൊരാൾ ജിയാങ് കുടുംബത്തിലെ ആ കാരണവരാണ്. മറ്റു കുടുംബങ്ങളുമായി ബന്ധിപ്പിച്ച ആളുകളും എത്തിയിട്ടുണ്ട്. അവര് ഡീലിയെ കാണാനാണ് വന്നത്. ഡീലിയോട് അവർ കാര്യങ്ങൾ സംസാരിച്ചു. ഡീലി, നിങ്ങൾ തണ്ടർ കോർട്ട്യാർഡിന്റെ ഡീനായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സംഘടനയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല പോസിറ്റീവായ അഭിപ്രായമാണുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു നിർദ്ദേശം നിങ്ങളോട് വയ്ക്കുന്നത്. നിങ്ങളുടെ ഈ സംഘടന ഞങ്ങളുടെ നിയന്ത്രണത്തിലാകണം പ്രവർത്തിക്കേണ്ടത്. ആ ഡയലോഗ് കേട്ടതും ഈ മാർക്കിനൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പലരും ചാടി എണീറ്റു. ആദ്യം മുന്നോട്ട് ചാടി ഇറങ്ങിയത് സാക്ഷാൽ ചാങ് മാങ് ആണ്. ഹോളി റീജിയനിലെ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെയും മനസ്സുകൊണ്ട് വെറുക്കുന്ന വ്യക്തിയാണ് ചാങ് മാങ്. ആ ചാങ് മാങ്ങിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവിടെ ഉന്നയിക്കപ്പെട്ടത്. ഈ സംഘടനയെ ഹോളി റീജിയനിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ താഴെ കൊണ്ടുവരണം. നിയന്ത്രണമൊക്കെ അവരായിരിക്കും. ചാങ് മാങ് ദേഷ്യത്തോടെ ഏതോ സംസാരിക്കാനായി വാ തുറന്നതും മാർക്ക് ചാങ്ങിനെ ചേർത്ത് പിടിച്ചു. ചാങ് മിണ്ടാതിരിക്കും. ചാങ് ആ പ്രശ്നത്തിൽ ഇടപെട്ടാൽ അവിടെ ഒരു അടി സ്റ്റാർട്ടാവും. അത് മാർക്കിനറിയാം. ചാങ് മാങ്ങിനെ പോലെ ദേഷ്യത്തിലാണ് ജൂ. ഇതിനേക്കാൾ അപ്പുറത്ത് ദേഷ്യമുള്ള അനവധി ആളുകൾ അവിടെ വേറെ ഉണ്ട്. ഒരു 10-400 ആളുകൾ അവിടെ ഉണ്ട്. അവരൊക്കെ ഡീലി രൂപീകരിച്ച ആ സംഘടനയിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യാൻ വന്നതാണ്. അവരെല്ലാവരും ഈ ഹോളി റീജിയനിലെ ആ 9 ഗ്രേറ്റ് കുടുംബങ്ങൾക്കും എതിരാണ്. അവരുടെ അടിയിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എണീറ്റ് പറഞ്ഞു, നോക്ക്, ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറല്ല. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അവരുമായി ഒരു ടൈപ്പിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഉറപ്പായും ഞങ്ങളിത് വിട്ടുപോകും. ഡീൻലിയും മാർക്കും ഉൾപ്പെടെയുള്ള ടീം ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പെട്ടെന്നാണ് മറ്റൊരു നിർദ്ദേശം വന്നത്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഹോളി റീജിയനിലെ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി സഹകരിക്കുമ്പോൾ
ഒരാളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും. ആരെ? ചോദ്യം ജൂവിൻ്റെയാണ്. ജൂവിന് എന്തോ സംശയം തോന്നിയതുകൊണ്ടാണ് ജൂ അങ്ങനെ ചോദിച്ചത്. മറ്റാരെയുമല്ല, മാർക്ക് ഫെല്ലറെ. മാർക്കിന് ഡീമൺ റേസുമായിട്ടും മോൺസ്റ്റർ റേസുമായിട്ടൊക്കെ ബന്ധങ്ങൾ ഉള്ളതായി ഒരു വാർത്ത ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കിന് ഡീമൺ റേസുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞാൽ മാർക്കിന് പിന്നെ നമുക്ക് കൂടെ ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാർക്കില്ലാത്ത ഹ്യൂമൻ റേസ് വാച്ചാണ് നമ്മൾ ഞങ്ങളുടെ കൂടെ കൂട്ടുക. ആ സംഘടനയുടെ ജീവാത്മാവ് എന്ന് പറയുന്നത് മാർക്ക് ഫെല്ലർ ആണല്ലോ. ആ മാർക്കിനെ ഉപേക്ഷിച്ചുകൊണ്ട്, ഒഴിവാക്കിക്കൊണ്ട് സംഘടന വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡീൻലി ചാടി എണീറ്റു. ഏയ്, ആ കളി വേണ്ട. നിങ്ങൾക്ക് മാർക്കിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ ഇവിടെ വിട്ടു പോകാം. മാർക്കില്ലാതെ ഞങ്ങളാരും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡീൻലി അത് പറഞ്ഞതും ഫ്ലവർ ഗ്രാനിയും എണീറ്റു. അതെ, ഡീൻലി പറഞ്ഞതാണ് ശരി. ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങളുടേതായ കാര്യങ്ങളുണ്ട്. നിങ്ങളാരും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ലല്ലോ. ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സംഘടന ഏത് ശൈലിയിൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളെ ഇങ്ങോട്ടാരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഈ സംഘടനയിലെ ആരെ കൂടെ ചേർക്കണം, ആരെ ഒഴിവാക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്കറിയാം. അതിന് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഫ്ലവർ ഗ്രാനിയെ വളരെ വ്യക്തമായിട്ടാണ് അവരുടെ അഭിപ്രായം പങ്കുവച്ചത്. നിശബ്ദയായി നിൽക്കുകയാണ് എമിലി ബ്ലാക്ക്. എമിലിക്ക് ഈ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി സഹകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. അവൾ ആ ഹോളി റിജനിലെ സെൻട്രൽ പ്ലെയിനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടവളാണ്. വീണ്ടും അവരുമായി സഹകരിക്കാൻ എമിലിക്ക് തീരെ താല്പര്യമില്ല. എമിലി മാർക്കിന്റെ കയ്യിലൊന്ന് പിടിച്ചു. മാർക്ക് ശരിക്കും നിശബ്ദനാണ്. ഇവിടെ മാർക്കിനെ ചൊല്ലി ഒരു വഴക്ക് ഉണ്ടാകാൻ പോവുകയാണ്. മാർക്ക് പെട്ടെന്ന് എണീറ്റ് എല്ലാവരും നോക്കിയിട്ട് എല്ലാവരോടായി പറഞ്ഞു, നോക്ക്, ഇവിടെ വിഷയം നമ്മുടെ ഈ മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പാണ്. നമ്മൾ ഒന്നാകെ തുടച്ചു നീക്കപ്പെടാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഞാൻ ഒരാൾ കാരണം ഐക്യം നഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് വ്യക്തിപരമായി ഡീൻലിയോടും ഫ്ലവർ ഗ്രാനിയോടും ഒക്കെ പറയാനുള്ളതും അതാണ്. എന്നെ കരുതി ഈ കൂട്ടായ്മ ഒഴിവാക്കരുത്. മാർക്ക് ഫെല്ലർ അത് പറഞ്ഞതും സകല ആളുകളും മാർക്കിനെതിരെ തിരിഞ്ഞു. മാർക്കിനെ ഒഴിവാക്കിക്കൊണ്ട് ഹ്യൂമൻ റേസ് വാച്ച് പറ്റില്ലെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും മാർക്ക് നിർബന്ധപൂർവ്വം അവസാനം അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. മാർക്ക് ആളുകളെ കൊണ്ട് സമ്മതിപ്പിച്ചതും ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഏകദേശം 400 ആളുകൾ ഉടൻ തന്നെ അവിടെ വിട്ടുപോവുകയും ചെയ്തു. ഹോളി റീജിയനിലെ ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി ഒരു തരത്തിലുള്ള അടുപ്പത്തിനും അവരാരും തയ്യാറല്ല. മോൺസ്റ്റർ റേസിനേക്കാളും ഡീമൺ റേസിനേക്കാളും ഗോസ്റ്റ് റേസിനേക്കാളും കുഴപ്പക്കാരന്മാരാണ് ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങൾ. അങ്ങനെ ഒരു അഭിപ്രായമാണ് ആ വിട്ടുപോയ ആളുകൾക്കുള്ളത്. ശരിക്കും അതാണ് ശരിയെങ്കിലും മാർക്കിനും ഡീൻലിക്കും ഫ്ലവർ ഗ്രാനിക്കും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അങ്ങനെ അവസരം ധാരണയായി. ആ ഹോളി റീജിയനിലെ ഗ്രേറ്റ് കുടുംബങ്ങളിലെ ശക്തരായ ആളുകൾ അവിടെ ഹ്യൂമൻ റേസ് വാച്ചിലേക്ക് ആ വിവരം അറിഞ്ഞതും എത്തി. മാർക്കിനെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ആ ഹ്യൂമൻ റേസ് വാച്ചിൽ സാക്ഷാൽ ടെങ് സിന്നറുമുണ്ട്. ടെങ് സിന്നർ അതിശക്തനാണ്. അവൻ വേറെ എങ്ങും പോവാതെ ഹുവാങ് മൗണ്ടന്റെ സമീപത്ത് ഒരു മൗണ്ടനിൽ നിന്ന് മാർക്കിനെ തന്നെ നിരീക്ഷിക്കുകയാണ്. മാർക്കിന്റെ ഓറ അയാൾക്ക് അറിയാം. ആ ഓറയുടെ ചലനം അയാൾ കൃത്യമായി മോണിറ്റർ ചെയ്യുകയാണ്. മാർക്കിനെ ശരിക്കും തടവിലിട്ടിരിക്കുകയാണെന്ന് പറയാം. ദിവസങ്ങൾ അതിവേഗം അങ്ങനെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ഡീമൺ റേസിന്റെയോ മോൺസ്റ്റർ റേസിന്റെയോ ഗോസ്റ്റ് റേസിന്റെയോ ആക്രമണങ്ങൾ ഒന്നും തന്നെ ഹോളി റീജിയനുമായി ബന്ധപ്പെട്ട് ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. പർഗറ്ററിയിൽ അടി നടക്കുന്നുണ്ട്. അതുമായി ബന്ധിപ്പിച്ച് വാർത്തകൾ ജീനയ്ക്ക് ഇടതടവില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വാർത്ത പലപ്പോഴും ഹ്യൂമൻ റേസ് വാച്ചിനകത്തുള്ള ഹോളി റീജിയൻ ആളുകളും ഹ്യൂമൻ റേസ് വാച്ചിന്റെ ആളുകളും പങ്കുവയ്ക്കുന്നുമുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ പെട്ടെന്നാണ് ഒരു മാസം അങ്ങ് കടന്നുപോയത്. ഒരു മാസം കടന്നുപോയതും ഹ്യൂമൻ റേസ് വാച്ചിനകത്തുണ്ടായിരുന്ന ഹോളി റീജിയനിലെ ആ ഗ്രേറ്റ് കുടുംബങ്ങളിലെ ആളുകളേക്ക് അങ്ങോട്ടേക്ക് മടങ്ങി. സകല ആളുകളും ആ ഗ്രേറ്റ് കുടുംബങ്ങളിലേക്ക് മടങ്ങിയെങ്കിലും മടങ്ങാത്തത് ടെങ് സിന്നറാണ്. ടെങ് സിന്നർ അപ്പോഴും മാർക്കിനെ നിരീക്ഷിച്ചുകൊണ്ട് മറുഭാഗത്തുള്ള മലയിലുണ്ട്. മാർക്ക് ഡീമൺ റേസുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ്. വീണ്ടും ആ ബന്ധം മാർക്ക് തുടരുകയാണെങ്കിൽ മാർക്കിനെ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ ആ ഗ്രേറ്റ് കുടുംബങ്ങൾ ചേർന്നെടുത്തിരിക്കുന്നത്. ടെങ് സിന്നറുടെ റിപ്പോർട്ടിന്റെ ബേസിലായിരിക്കും അവർ ആ തീരുമാനം എടുക്കുക. ടെങ് സിന്നർ മറുഭാഗത്തുള്ള മലയിലുള്ള കാര്യം മാർക്ക് ഫെല്ലർക്കും എമിലിക്കും ഒക്കെ അറിയാം. ആദ്യം അതൊരു അസ്വസ്ഥയായി അവർക്ക് തോന്നിയെങ്കിലും പിന്നീട് അവരതിനെ പൂർണ്ണമായി അങ്ങ് അവഗണിച്ചു. ഡീൻലിയും ഫ്ലവർ ഗ്രാനിയും ഉൾപ്പെടെയുള്ള സകല ആളുകളും നിരന്തരമായി കൾട്ടിവേറ്റ് ചെയ്യുകയാണ്. എല്ലാ ആളുകളും അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ഓരോരുത്തരും നെക്സ്റ്റ് ലെവൽ ട്രിബുലേഷൻ ലെവലിലേക്ക് കടക്കുന്നുണ്ട്.
ഇപ്പോൾ ആ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചുമായി ബന്ധപ്പെട്ട് 20ഓളം ട്രാൻസിറ്റിംഗ് സ്റ്റേജിലെ യോദ്ധാക്കളുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ട്രൂ സെയിന്റ് ആണെന്ന് പറയാം. ആ ആളുകളൊക്കെ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു വാർത്ത അവരെ തേടിയെത്തി. ഒരു SOS മെസ്സേജാണ് അവർക്ക് വന്നതെന്ന് പറയാം. ഗു കുടുംബം അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് മാർക്ക് ഫെല്ലറെ തേടിയെത്തിയത്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൽ ആ മെസ്സേജ് കിട്ടിയതും മാർക്ക് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, നമുക്ക് ഇപ്പം തന്നെ ഗു കുടുംബത്തിലേക്ക് തിരിക്കണം. അടുത്ത പക്ഷത്തിൽ ആ എൻ്റെ ടീമും ഗു കുടുംബത്തിലേക്ക് അതിവേഗം തിരിച്ചു. മാർക്ക് ഫെല്ലറും ആ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ യോദ്ധാക്കളും ഹോളി റീജിയനിലെ സെൻട്രൽ പ്ലെയിനിലെ ആ ഗു കുടുംബത്തിൽ എത്തുമ്പോൾ അതൊരു കാഴ്ചയാണ്. ശരിക്കും ആ കുടുംബത്തിൻ്റെ എൻറ്റയർ മേഖലയും നിന്ന് കത്തുന്ന രംഗമാണ് മാർക്ക് ഫെല്ലർ കാണുന്നത്. സകല സ്ഥലത്തും തീയാണ്. ലങ്ക തീയിട്ട ഹനുമാൻ ആ ലങ്ക മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി എന്ന് പറയും പോലെ ഗു കുടുംബത്തെ ഏതാണ്ട് പൂർണ്ണമായും തീയിട്ടിരിക്കുകയാണ്. മാർക്കും ടീമും അവിടെ എത്തുമ്പോൾ ആ സ്ഥലത്ത് അതിശക്തമായ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ മുൻകൈ ഗു കുടുംബത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ആളുകൾക്കാണ്. ഗു കുടുംബത്തെ അറ്റാക്ക് ചെയ്യുന്നത് ഡീമൺ റൈസ് ആണ്. ഡീമൺ റൈസിന്റെ ആ അറ്റാക്കിനെ നയിക്കുന്നത് അതിശക്തരായ വന്യ മൃഗങ്ങളാണ്. ശരിക്കും ചെകുത്താന്റെ ശക്തി ആർജിച്ചിരിക്കുന്ന കൂറ്റൻ മൃഗങ്ങൾ, കരടിയും സിംഹവും പക്ഷികളും ഒക്കെ ഉണ്ട്. പുലികളും പാമ്പുകളും എല്ലാം ആ യുദ്ധത്തിന്റെ ഭാഗമാണ്. അവർക്കൊക്കെയും ഡിവൈൻ സെൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. അവരെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ട് അല്പം മാറി സാക്ഷാൽ ഇമോർട്ടൽ ക്രെയിൻ ഉണ്ട്. ഇമോർട്ടൽ ക്രെയിൻ അവിടെ അന്തരീക്ഷത്തിൽ കുറച്ച് മാറി അങ്ങനെ വിശ്രമിക്കുകയാണെന്ന് പറയാം. താഴെ നടക്കുന്ന ആ യുദ്ധം ഒരു കൗതുകത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇമോർട്ടൽ ക്രെയിൻ. ഇമോർട്ടൽ ക്രെയിൻ്റെ നിർദ്ദേശം അനുസരിച്ച് വെർമിലിൻ ബേർഡ് താഴേക്ക് തീ ചുപ്പുകയാണ്. അതേ ശൈലിയിൽ മറ്റ് മൃഗങ്ങളും അറ്റാക്ക് നടത്തുകയാണ്. ഡീമൺ റൈസിന്റെ അതിശക്തമായ അറ്റാക്കിൽ ഗു കുടുംബത്തിന്റെ ഏതാണ്ട് 80% ആളുകളും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിശക്തരായ യോദ്ധാക്കളുടെ ഒരു വൻ നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. സാധാരണക്കാരായ കുറച്ച് ആളുകളും സെയിന്റസ് ഗുവും ആ ഗു കുടുംബത്തിന്റെ തലവിയും അപൂർവം ചില ആളുകളും മാത്രമാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത്. ആ രംഗത്തേക്കാണ് മാർക്ക് ഫെല്ലറും ടീമും പാഞ്ഞെത്തിയത്. ആകാശത്ത് വെച്ച് സെയിന്റസ് ഗുവിന് നേരെയുള്ള ഒരു അറ്റാക്ക് മാർക്ക് കണ്ടിരുന്നു. ആ അറ്റാക്ക് തടുത്തുകൊണ്ടാണ് മാർക്ക് ഫെല്ലർ സെയിന്റസ് ഗുവിന്റെ മുന്നിലെത്തിയത്. വെർമിലിയൻ ബേർഡിന്റെ അറ്റാക്കിൽ നിന്നാണ് മാർക്ക് സെയിന്റസ് ഗുവിനെ രക്ഷിച്ചത്. വെർമിലിയൻ ബേർഡിന്റെ അതിശക്തമായ തീതുപ്പലിനെ മാർക്ക് ഫെല്ലർ ഒറ്റ കൈ കൊണ്ട് തടുക്കുകയായിരുന്നു. മാർക്കിന്റെ അതിശക്തമായ ആ കൈയുടെ ആക്ഷന്റെ ഫലമായി അവിടെ ഒരു കാറ്റ് സൃഷ്ടിക്കപ്പെട്ടു. ആ കാറ്റ് വെർമിലിയൻ ബേർഡിന്റെ ആ തീയെ ഏതാണ്ട് തള്ളി ദൂരേക്ക് കളഞ്ഞു എന്ന് പറയാം. അത് കണ്ടതും ആ വെർമിലിയൻ ബേർഡ് അഥവാ ആ ചുവപ്പ് വസ്ത്രം ധരിച്ച സ്ത്രീ അമ്പരപ്പോടെ മാർക്കിനെ നോക്കി. 9th ലെവൽ പറകേറ്ററിൽ വെച്ച് മാർക്കുമായി അവരൊന്ന് ഏറ്റുമുട്ടിയതാണ്. ആ സമയത്ത് അവരുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കാനാണ് മാർക്കിന് ആകെ പറ്റിയത്. ആ മാർക്ക് ഇപ്പോൾ കുറെ കൂടി ശക്തി നേടിയിരിക്കുന്നു. അങ്ങനെ തോന്നിയതും വെർമിലിയൻ ബേർഡ് ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ അവസാനം വീണ്ടും എൻ്റെ മുന്നിൽ എത്തിയല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് വാവൊന്ന് തുറന്നതും ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം തീ ജ്വാലയായി മാർക്കിന് നിരക്ക് പാഞ്ഞു വന്നതും മാർക്ക് ഫെല്ലറുടെ ഇടത് കൈ ഒന്ന് ഉയർന്ന് താണതും അതിശക്തമായ മിന്നലുകൾ ആ ചുവപ്പ് പ്രകാശത്തിലേക്ക് വീണു. ശരിക്കും ആ തീജ്വാലയും മിന്നലും നമ്മൾ കൂട്ടിമുട്ടുകയാണ്. കാതടപ്പിക്കുന്ന ശബ്ദഘോഷത്തോടെ മാർക്കിന്റെ ഇടിമിന്നൽ ആ വെർമിലിയൻ ബേർഡിന്റെ ആ തീയെ ചിതറിപ്പിച്ചു എന്ന് പറയാം. അത് വെർമിലിയൻ ബേർഡിന് ഒരു ഷോക്കായി. മാർക്ക് ഫെല്ലറേക്കാൾ ഒരുപാട് ശക്തിയുള്ള ആളാണ് വെർമിലിയൻ ബേർഡ് എന്നാണ് വെർമിലിയൻ ബേർഡ് കരുതിയിരുന്നത്. നേരത്തെ മാർക്കുമായി അവർ ഏറ്റുമുട്ടപ്പോൾ അതായിരുന്നു വാസ്തവം. പക്ഷെ ഇപ്പോ മാർക്ക് നിഷ്പ്രയാസം അവരുടെ ആ തീജ്വാലയെ നശിപ്പിച്ച കാഴ്ച അവരെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഡീൻലിയും ഫ്ലവർ ഗ്രാനി ഉൾപ്പെടെയുള്ള സകലരും എതിരാളികളെ നേരിട്ട് കഴിഞ്ഞു. സമാനതകളില്ലാത്ത ഒരു യുദ്ധം അവിടെ നടക്കുകയാണ്. ഡീൻലിയും തണ്ടർ കോർട്ട്യാർഡിന്റെ ആ തണ്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്ലവർ ഗ്രാനി ആ പെറ്റലുകൾ ഉപയോഗിക്കുകയാണ്. എമിലി ബ്ലാക്ക് സ്പേസ് ഉപയോഗിക്കുകയാണ്. ചാങ് മാങ് ആണെങ്കിൽ കൈക്കരുത്താണ്. ചാങ് മാങ്ങിന് മുന്നിലേക്ക് വരുന്ന ഡീമനുകളെ ഒറ്റ ഇടിക്കാണ് ചാങ് അവസാനിപ്പിക്കുന്നത്. ജൂന് ഒരു വട്ടാണ്. ശരിക്കും ജൂ ഈ മൃഗങ്ങളുടെ മുകളിലേക്ക് പാഞ്ഞു കയറി അവയെ വലിച്ചു കയറുകയാണ്. ഡീമനുകളുടെ ഇറച്ചി നല്ല ടേസ്റ്റ് ആണെന്നാണ് ജൂ എപ്പോഴും പറയുക. അതുകൊണ്ട് തന്നെ പരമാവധി ഡീമനുകളെ കൊന്നൊടുക്കാനുള്ള ഒരു ഉദ്യമത്തിലാണ് ജൂവും ചാങ് മാങ്ങും കൂടി കൈക്കരുത്തുകൊണ്ട് ആളുകൾ നേരിടുമ്പോൾ എമിലി ബ്ലാക്ക്
തനിക്ക് മുന്നിലേക്ക് വരുന്ന ആളുകളെ ആ റാഷമോൺ ടെക്നിക്ക് പോലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഡീമനുകൾക്ക് ചുറ്റുമുള്ള സ്പേസ് വലിച്ചു മാറ്റി അവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു കറുത്ത വലയം സൃഷ്ടിക്കുകയാണ് എമിലി ചെയ്യുന്നത്. ശരിക്കും ആ ശൈലിയിൽ എമിലിയും മാർക്കും ഡീൻലിയും ഫ്ലോഗ്രാനിയും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ വന്നിരിക്കുന്ന ഡീമനുകളുടെ എണ്ണം മാർക്കിൻ്റെ ടീമിൻ്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഒരുപാട് ഡീമനുകളുണ്ട്. ആ ഡീമനുകൾ പലരും കൊല്ലപ്പെടുന്ന കഥ അന്തരീക്ഷത്തിൽ മാറി ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന ഇമോർട്ടൽ ക്രെയിൻ കാണുന്നുണ്ട്. ഇമോർട്ടൽ ക്രെയിൻ ആ കാഴ്ചയിലേക്ക് നോക്കിയിട്ട് തൻ്റെ വലതു ഭാഗത്തുള്ള ശ്രീറാമിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം ശ്രീറാമിന് മനസ്സിലായി. പെട്ടെന്നാണ് ശ്രീറാം മുന്നോട്ട് കുതിച്ചത്. ശ്രീറാം അതിവേഗതയിൽ ആ ഗൂ കുടുംബത്തിന്റെ മുകളിലെത്തിയ ശ്രീറാം കൈയൊന്നുയർത്തി ആഞ്ഞൊരൊറ്റയാടി. ആ അടി താഴേക്ക് പതിച്ചതും ഗൂ കുടുംബത്തിലെ ഏതാണ്ട് ബാലൻസ് ഉണ്ടായിരുന്ന ആളുകളുടെ 90% ആ ഒറ്റയടിയിൽ കൊല്ലപ്പെട്ടു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ കുറെ ആളുകളും ആ ഒറ്റയടിയിൽ അവസാനിച്ചു. ശ്രീറാമിന്റെ ശക്തി മാർക്കും കൂട്ടരും തൊടുത്താൽ കൂടുന്നതല്ല. 6th ലെവൽ ട്രിബുലേഷൻ ട്രാൻസെൻഡിങ് സ്റ്റേജിലെ ഒരു യോദ്ധാവിന്റെ പവർ ഇത് മാർക്കും കൂട്ടരും കാണുകയാണ്. ആ കാഴ്ച കണ്ട ഗൂ കുടുംബത്തിനെ കാരണവത്തി മുന്നോട്ട് കുതിച്ചു. അവരും ശ്രീറാമും മുഖാമുഖം. അവരും അതിശക്തിയാണ്. എത്രയോ കാലങ്ങളായി പർഗേറ്ററിയിലായിരുന്നു അവരുടെ താമസം. പർഗേറ്ററിയിലെ 9ാമത്തെ ആ ലെവലിൽ മറ്റ് അരിശ്വകരി കുടുംബങ്ങളിലെ ലീഡേഴ്സിനൊപ്പം താമസിച്ചിരുന്ന ആ ലേഡി ശ്രീറാമിനെ നോക്കി ഒന്ന് അലറിക്കൊണ്ട് ആ ലേഡി കൈയൊന്ന് നിവർത്തി ആഞ്ഞൊരൊറ്റ ഇടി. ആ സ്ത്രീയുടെ ഇടി സൃഷ്ടിച്ച കാറ്റ് ശ്രീറാമിന്റെ ഇടം കൈ സൃഷ്ടിച്ച ആ ചെറു കാറ്റിനകത്ത് ഒലിച്ചു പോയി എന്ന് പറയാം. അത് കണ്ടതും അവരവരുടെ വലത് കൈ തുറന്നു. ആ വലത് കൈയിൽ ഒരു വെളുത്ത മുട്ടയുണ്ട്. ശരിക്കും അത് മുട്ടയാണോ ചോദിച്ചാൽ അല്ല, പക്ഷേ മുട്ടയുടെ വലിപ്പമാണ് അതിനുള്ളത്. നന്നായി തിളങ്ങുന്ന ആ മുട്ട അവരെ കയ്യിൽ നിന്നെടുത്തിട്ട് കൈ ഒന്ന് കറക്കിയതും അവർക്ക് ചുറ്റുമായി ശക്തമായ വൃത്തങ്ങൾ ഉണ്ടായി വന്നു. അതിശക്തമായ വൃത്തം. ഈ ഗൂ കുടുംബത്തിന്റെ സർവശക്തിയും സമാഹരിക്കപ്പെട്ടിരിക്കുന്ന ആ മുട്ട പോലുള്ള സംഭവം ഒരു അമാനുഷിക സ്പെല്ലാണ്. ആ സ്പെല്ല് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ മുട്ട പോലുള്ള സംവിധാനത്തെ അവരെടുത്തങ്ങനെ കറക്കുമ്പോൾ അവർക്ക് ചുറ്റും 100 കണക്കിന് വൃത്തങ്ങളുണ്ടായി. ആ വൃത്തങ്ങൾ ശരിക്കും അതിശക്തമായ പവറാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ആ ഗൂ കുടുംബത്തെ താങ്ങി നിർത്തുന്ന അവരുടെ എല്ലാമായ ആ സീക്രട്ട് എടുത്ത് ആ ലേഡി ഉപയോഗിച്ചതും ശ്രീറാമിന് മുന്നിലായി 100 കണക്കിന് വൃത്തങ്ങൾ ഉണ്ടായി വന്നു. എല്ലാ വൃത്തങ്ങളും അതിശക്തമാണ്. ആ വൃത്തങ്ങളുടെ ലക്ഷ്യം നേരെ മുന്നിൽ നിൽക്കുന്ന ശ്രീറാമാണ്. ശ്രീറാമിനെ ആ വൃത്തങ്ങൾ ഉപയോഗിച്ച് ആ ലേഡി അറ്റാക്ക് ചെയ്ത ആ നിമിഷത്തിൽ കൈ പുറകോട്ട് നീക്കി ശ്രീറാം ഒരൊറ്റയിടി. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ ലേഡിക്കോ താഴെ നിൽക്കുന്ന ആളുകൾക്കോ മനസ്സിലാകും മുമ്പ് കണ്ണാടിച്ചിലിങ്ങനെ ചിതർന്ന പോലെ ആ വൃത്തങ്ങളിൽ ചിതറി തുടങ്ങി. അൺബിലീവബിൾ ആയിട്ടുള്ള വേഗതയിൽ ആ ചില്ലുകൾ തകർന്നതും ആ ചില്ലുകൾ തകർന്ന അതേ വേഗതയിൽ ആ ലേഡി ആകാശത്ത് നിന്ന് താഴേക്ക് തെറിച്ചു. താഴേക്ക് വീണ അവർക്ക് ഒരു അനക്കവുമില്ല. അവിടെ വായിലൂടെയും മൂക്കിലൂടെയും രക്തം ഒലിക്കുകയാണ്. ആ ഗൂ കുടുംബത്തിൻ്റെ ഏറ്റവും ശക്തിയായ ആ ലേഡിയാണ് തെറിച്ച് വീണിരിക്കുന്നത്. ഈ കാഴ്ച കണ്ട സെയിൻറ്റസ് ഗൂ ആ ലേഡിക്ക് നേരെ ഓടി. ഗ്രാൻഡ്മ എന്ന് വിളിച്ചുകൊണ്ട് സെയിൻറ്റസ് ഗൂ ഓടി വരുമ്പോൾ സെയിൻറ്റസ് ഗൂവിന് മറ്റൊരു കാഴ്ച കൂടി കാണാം. സാക്ഷാൽ ടെങ് സിന്നർ അല്പം മാറി നിന്ന് ആ കാഴ്ച വീക്ഷിക്കുന്നത്. ഈ ഹോളി റീജനിൽ സകല ആളുകൾക്കും അറിയാം ഹോളി റീജന്റെ പാത്ത് ഓഫ് ഹെവൻ സെലക്ട് ചെയ്ത വ്യക്തിയാണ് ടെങ് സിന്നർ എന്ന്. അതിശക്തനാണ് ടെങ് സിന്നർ. ആ ടെങ് സിന്നർ ഗൂ കുടുംബത്തെ ഡീമൺ റേസുകാർ അറ്റാക്ക് ചെയ്യുന്ന ആ നിമിഷത്തിൽ നിശബ്ദനായി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അതേ നിമിഷത്തിൽ സെയിൻറ്റസ് ഗൂവിനൊപ്പം ഓടിയെത്ത് മാർക്ക് താഴെ വീണ ആ ലേഡിയെ എണീപ്പിക്കാൻ നോക്കുമ്പോൾ അവർക്ക് ഒരു അനക്കവുമില്ല. സെയിൻറ്റസ് ഗൂ ശരിക്കും നിശ്ചലയായി പോവുകയാണ്. അവളുടെ കുടുംബത്തിന്റെ കാരണവത്തിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കാഴ്ച മുകളിലുള്ള ശ്രീറാം കണ്ടു. ശ്രീറാം താഴേക്ക് നോക്കുമ്പോൾ ഇമോർട്ടൽ ക്രെയിൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ശ്രീറാം നമുക്ക് മടങ്ങാം. ശ്രീറാമിനോട് മടങ്ങാൻ പറഞ്ഞതും ശ്രീറാം ഇമോർട്ടൽ ക്രെയിൻ്റെ അടുത്തേക്ക് അതിവേഗം പാഞ്ഞു. ആ നിമിഷത്തിൽ ഇരിക്കുക എന്ന ഇമോർട്ടൽ ക്രെയിൻ എണീറ്റ് താഴെയുള്ള മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, സമയം കിട്ടുമ്പോൾ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് വാ, നമുക്ക് ഒന്നിച്ച് മദ്യപിക്കാം. അങ്ങനെ പറഞ്ഞ ഇമോർട്ടൽ ക്രെയിൻ ശ്രീറാമും കൂട്ടരുമായി അവിടെ നിന്ന് അതിവേഗം അങ്ങ് മൂവ് ചെയ്യുകയും ചെയ്തു. ആ എൻ്റെ ടീമും അവിടെ നിന്ന് ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഗൂ കുടുംബത്തിൽ
പൂർണ്ണ നിശബ്ദതയാണ്. ആ ഗു കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആളുകളിൽ 95% ആളുകളും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. സെയിൻറ്റസ് ഗു നിശബ്ദയായി അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ സെയിൻറ്റസിന്റെ ഇടതുവശത്ത് ഇരിക്കുകയാണ്. വലതു ഭാഗത്ത് എമിലി ബ്ലാക്ക് ഉണ്ട്. എമിലിക്കും മാർക്കിനും ഒന്നും പറയാനില്ല എന്നാണ് സത്യം. എമിലി ആ സെയിൻറ്റസ് ഗുവിന്റെ തലയിൽ വെറുതെ അവളുടെ വിരലുകൾ ഇങ്ങനെ ഓടിക്കുകയാണ്. ഒരക്ഷരം പോലും ആർക്കും പറയാനില്ല. സകല ആളുകളും നിശബ്ദരാണ്. ഹോളി റീജിയനിലെ ആ സെൻട്രൽ പ്ലെയിനിൽ എത്രയോ കാലങ്ങളായി ഉണ്ടായിരുന്ന അതിശക്തമായ ഗ്രേറ്റസ്റ്റ് കുടുംബങ്ങളിൽ ഒന്നായിരുന്നു ഗു കുടുംബം. ആ ഗു കുടുംബം ഇത് വെറും ഒരു ഓർമ്മയായി മാറുകയാണ്. സെയിൻറ്റസ് ഗുവും നേരത്തെ മരിച്ച സ്ത്രീയുടെ സഹോദരിയും മാത്രമാണ് ഇപ്പോൾ ശക്തരായി ആ ഗു കുടുംബത്തിൽ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ അവരെക്കാൾ താഴെ നിൽക്കുന്ന ആളുകളാണ്. പിന്നെ കുറച്ച് സാധാരണ ആളുകൾ ഇത്രയേ അവശേഷിച്ചിട്ടുള്ളൂ. മാർക്ക് സെയിൻറ്റസ് ഗുവിനെ നോക്കിയിട്ട് ചാങ്മാങ്ങിനോട് പറഞ്ഞു, ചാങ്, നീ ഇവിടെ വൃത്തിയാക്കാനുള്ള പരിപാടി നോക്ക്. മാർക്കിന്റെ നിർദ്ദേശം കിട്ടിയതും ചാങ്മാങ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ ആ സംഘാംഗങ്ങളോടൊപ്പം അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. അതൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. ഡെഡ് ബോഡികൾ വിവിധ ശൈലിയിൽ അവിടെ ചിതറിക്കിടപ്പുണ്ട്. ഡീമൺ റൈസിന്റെ ഭാഗമായി അവിടെ എത്തിയ കൊല്ലപ്പെട്ട ജീവികളൊക്കെ അവിടെ ഉണ്ട്. ആകെ വൃത്തികേടായി കിടക്കുന്ന ഒരു സ്ഥലം. വളരെ സുന്ദരമായിരുന്ന അവരുടെ ആ ക്യാമ്പസ് പോലുള്ള ആ സ്ഥലമാണ് ഇപ്പോൾ ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നത്. ഈ കാഴ്ച മുകളിൽ നിന്ന് സാക്ഷാൽ ടെങ് സിന്നർ വീക്ഷിക്കുന്നുണ്ട്. ടെങ് സിന്നർ അല്പനേരം ഈ കാഴ്ച നോക്കി നിന്നിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇപ്പോഴും സെയിൻറ്റസ് ഗു ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. മാർക്കിനും എമിലിക്കും സെയിൻറ്റസ് ഗുവിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തുമില്ല. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഫ്ലോർ ഗ്രാനി അവരുടെ അടുത്തേക്ക് വന്നത്. സെയിൻറ്റസ് ഗുവിൻ്റെ അടുത്തെത്തിയ ഫ്ലോർ ഗ്രാനി സെയിൻറ്റസ് ഗുവിൻ്റെ തലയിലൂടെ പതുക്കെ വിരലോടിച്ചു. സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. നീ തളർന്നാൽ ബാക്കിയുള്ള ആളുകൾക്ക് ആരാ നേതൃത്വം കൊടുക്കുക? സെയിൻറ്റസ് എണീക്ക്. അങ്ങനെ പറഞ്ഞിട്ട് ഫ്ലോർ ഗ്രാനി സെയിൻറ്റസ് ഗുവിനെ പിടിച്ചെണീപ്പിച്ചു. ശരിക്കും സെയിൻറ്റസിന്റെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എമിലി ആണെങ്കിലും മാർക്കാണെങ്കിലും കരഞ്ഞു പോകും. സെയിൻറ്റസിന്റെ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ ഡെഡ് ബോഡികൾ അവിടെ അങ്ങനെ ചിതറിക്കിടപ്പുണ്ട്. യുദ്ധം അത് എവിടെയാണെങ്കിലും അവശേഷിപ്പിക്കുക ക്രൂരമായ ഇതുപോലുള്ള ചില ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ശരിക്കൊരു വെളിപാടാണ്. ഡെയിലി നിശബ്ദരായി ഈ കാഴ്ചകളെ നോക്കി നിൽക്കുകയാണ്. ഒരുപാട് യുദ്ധങ്ങളിൽ ഡെയിലിയും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു കാഴ്ച ഡെയിലി കണ്ടിട്ടില്ല എന്നാണ് സത്യം. അത്രയേറെ ക്രൂരമായ മരണങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ആ ഗു കുടുംബത്തിലെ ചെറുതും വലുതുമായ 95% ആളുകൾ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കാഴ്ചയാണ്. എന്തായാലും 2 ദിവസത്തെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ആ പരിസരം ഏതാണ്ട് വൃത്തിയാക്കപ്പെട്ടു. ആ സ്ഥലം മുഴുവൻ വൃത്തിയാക്കിയെങ്കിലും അടുത്ത 2 ദിവസം ഡീൻലി സംഘവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഒരു ഏകദേശ ഓർഡറിലായെന്ന് ബോധ്യമായതും സെയിൻറ്റസ് ഗുവിനോട് യാത്ര പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറും ടീമും അവിടെ നിന്ന് ജൂവിൻ്റെ ആ ഹുവാങ് മൗണ്ടനിലേക്ക് തിരിക്കാൻ പോയതും സെയിൻറ്റസ് ഗു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, താങ്ക് യു. സെയിൻറ്റസ്, എന്താ അങ്ങനെ പറയുന്നത്? മാർക്ക്, ഞാൻ തണ്ടർ കോർട്ട്യാർഡിനും ഹോളി റീജിയനിലെ എല്ലാ കുടുംബങ്ങൾക്കും നിങ്ങൾക്കും ഒരേ സമയത്ത് മെസ്സേജ് അയച്ചത്. നിങ്ങൾ മാത്രമാണ് സഹായിക്കാനായി ഇവിടം വരെ എത്തിയത്. ശരിക്കും ഞങ്ങളുടെ കുടുംബത്തിൽ എളുപ്പം എത്താൻ കഴിയുക തണ്ടർ കോർട്ട്യാർഡിൽ നിന്നാണ്. അവിടെ നിന്ന് ആരും വന്നില്ല. അതുപോലെ തന്നെയാണ് അടുത്തുള്ള ഗ്രേറ്റ് കുടുംബങ്ങളിൽ നിന്നും ആരും എത്തിയില്ല. എനിക്ക് അതിലേറെ വിഷമം തോന്നിയത് ആ ടെങ് സിന്നറുടെ കാര്യത്തിലാണ്. ആ സിന്നർക്ക് എന്നെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. എത്രയോ തവണ അവൻ എന്നെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇവിടെ ഒരു ആപത്ത് വന്നപ്പോൾ അവൻ ഇവിടെ ഉണ്ടായിരുന്നിട്ടും കൈവിരൽ പോലും അനക്കിയില്ല. മാർക്ക് ഫെല്ലറും ആ സിന്നറുടെ സാന്നിധ്യം കണ്ടതാണ്. മാർക്കിനെ നിരീക്ഷിക്കാനായി എത്തിയിരിക്കുന്ന സിന്നർ നിരീക്ഷിക്കുക മാത്രമേ ചെയ്യൂ. മാർക്ക് അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു മറുപടിയും പറഞ്ഞില്ല. മാർക്ക് സെയിൻറ്റസ് ഗുവിനോട് പറഞ്ഞു, സെയിൻറ്റസ്, ആരുമില്ലെന്നോ ഒറ്റയ്ക്കായി പോയെന്നോ ഒന്നും കരുതേണ്ട കാര്യമില്ല. ഞങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എപ്പോഴും നിനക്ക് സഹായത്തിനായി ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് മാർക്കും ടീമും അവിടെ നിന്ന് ജൂവിൻ്റെ ആ മൗണ്ടനിലേക്ക് മടങ്ങി. ഇത് വലിയൊരു സെൻസേഷണൽ വിഷയമായി ഹോളി റീജിയൻ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഹോളി റീജിയനിലെ ഈ 9 ഗ്രേറ്റ് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട അല്ലാതെയും ഒരുപാട് കുടുംബങ്ങളും ആളുകളുമുണ്ട്. അവരെല്ലാവരും ഈ കാഴ്ചകൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്.
ആദ്യം നീ കുടുംബം, ഇപ്പൊ ഇതാ ഗു കുടുംബം. രണ്ട് കുടുംബവും തികച്ചും അമ്പരപ്പിക്കുന്ന വേഗത്തിലാണ് ഹോളി റിജിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. ഇതിനിടയിലാണ് ജി കുടുംബം അപ്രത്യക്ഷമായത്. ജി കുടുംബം അപ്രത്യക്ഷമായത് മാർക്കുമായി ബന്ധപ്പെട്ടാണ്. ജി കുടുംബമാണെങ്കിലും ഗു കുടുംബമാണെങ്കിലും നീ കുടുംബമാണെങ്കിലും ഹോളി റീജിയനിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായിരുന്നു എന്നാണ് സത്യം. അങ്ങനെയുള്ള മൂന്ന് കുടുംബങ്ങളാണ് തികച്ചും അപ്രതീക്ഷിതമായി സീറോ ആയി മാറിയിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പലയിടത്തും നടക്കുമ്പോൾ ആ സ്കൈ സിറ്റിയിൽ ആ കുടുംബങ്ങൾ വീണ്ടും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ നടക്കുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധിപ്പിച്ചാണ്. അത് ഗു കുടുംബത്തിൽ നടന്ന യുദ്ധത്തിന്റെ എൻഡിൽ ഇമോർട്ടൽ ക്രെയിൻ പറഞ്ഞ ആ ഡയലോഗുമായി ബന്ധിപ്പിച്ചാണ്. ഇമോർട്ടൽ ക്രെയിൻ ഒരു വാചകം പറഞ്ഞിട്ടാണ് അവിടുന്ന് കടന്നുപോയത്. ഇമോർട്ടൽ ക്രെയിൻ ആ വാചകം പറഞ്ഞത് മാർക്ക് ഫെൽറോടാണ്. മാർക്ക്, നീ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് വന്നാൽ നമുക്ക് ഒന്നിച്ച് മദ്യപിക്കാമെന്നാണ് ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനോട് പറഞ്ഞത്. ഇമോർട്ടൽ ക്രെയിൻ്റെ ആ വാചകം വളരെ വളരെ വ്യക്തമായിട്ട് ആളുകൾ കേൾക്കുകയും ഈ സിന്നർ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ആ വിഷ്വൽ അവിടെ പ്ലേ ചെയ്യപ്പെടുകയാണ്. ആ വിഷ്വൽ കാണുന്ന ഏതൊരാൾക്കും ഒരു കാര്യം ഉറപ്പാണ്, മാർക്ക് ഫെല്ലറും ഡീമൺ റൈസിന്റെ തലവൻ ഇമോർട്ടൽ ക്രെയിനും തമ്മിൽ ഒരു അടുപ്പമുണ്ട്. വെറും അടുപ്പമല്ല, വല്ലാത്തൊരു അടുപ്പം. ഒന്നിച്ചിരുന്ന് മദ്യപിക്കാനാണ് ഇമോർട്ടൽ ക്രെയിൻ മാർക്കിനെ ക്ഷണിച്ചത്. ഡീമൺ റൈസിന്റെ അവസാന വാക്കായി ഇമോർട്ടൽ ക്രെയിൻ മാറിയിരിക്കുകയാണ്. ആ ഇമോർട്ടൽ ക്രെയിനാണ് ഇവിടെ മാർക്ക് ഫെല്ലറെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം പകൽ പോലെ വ്യക്തമാണ്. അവർ തമ്മിലുള്ള ബന്ധം മറ്റ് പല ബന്ധങ്ങളെക്കാൾ മുകളിലാണ്. ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ സകലരും അവസാനം ആ ധാരണയിലെത്തി, മാർക്ക് ഒരു പ്രശ്നക്കാരനാണ്. മാർക്ക് മിക്കവാറും ഡീമൺ റൈസിന്റെ ഭാഗമായി മാറും. അങ്ങനെ ഡീമൺ റൈസിന്റെ ഭാഗമായി മാർക്ക് മാറിയാൽ മാർക്ക് അതിശക്തനാകും, മനുഷ്യവംശത്തിന് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് മാർക്കിനെ ഇപ്പോഴേ തട്ടുക. ആ ഒരു ചർച്ചയാണ് ശരിക്കും ഹോളി റീജിയനകത്ത് നടക്കുന്നത്. ഈ സംഭവവികാസങ്ങളൊന്നും ഹുവാങ് മൗണ്ടനിലുള്ള മാർക്ക് ഫെല്ലർ അറിയുന്നതേയില്ല. പക്ഷേ ഹുവാങ് മൗണ്ടനിൽ മാർക്കിന്റെ ആ ഹ്യൂമൻ റൈസ് വാച്ച് ഗു കുടുംബത്തിൽ കണ്ട കാഴ്ചയെക്കുറിച്ച് ശക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ ഡീലിലേക്കും കൂട്ടർക്കും അറിയാം. ഇമോർട്ടൽ ക്രെയിൻ ഇതുവരെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇമോർട്ടൽ ക്രെയിൻ അതിശക്തനാണ്, ശ്രീറാമിനേക്കാൾ ശക്തനാണ്. ശ്രീറാം വളരെ കാഷ്വലായിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ തന്നെ ഹ്യൂമൻ റൈസ് വാച്ചും ഗു കുടുംബവും എല്ലാം അവസാനിച്ചു. മാർക്ക് ഫെല്ലറും ശ്രീറാം എന്നുള്ള ബന്ധം ഡീൻലിക്കും അറിയാം. ശ്രീറാമിനെ ഡീൻലി തന്നെ തണ്ടർ കോർട്ട്യാർഡിലേക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുള്ളതാണ്. അന്നൊക്കെ ശ്രീറാം തണ്ടർ കോർട്ട്യാർഡിൽ ചേരാതെ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ആ ശ്രീറാമാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലറെ തണ്ടർ കോർട്ട്യാർഡിന് പരിചയപ്പെടുത്തുന്നത്. ശ്രീറാമുമായി ഡീൻലിക്ക് നല്ല അടുപ്പമുണ്ട്. ഡീൻലി ആ കാര്യങ്ങളൊക്കെ ഫ്ലവർ ഗ്രാനിയോടും മാർക്കിനോടും എമിലിയോടൊക്കെ ചർച്ച ചെയ്യുകയാണ്. ശ്രീറാം ശരിക്കും ശക്തി ആർജിച്ചിരിക്കുകയാണ്. ശ്രീറാമിന്റെ സഹോദരൻ ശ്രീഹരി ഗോസ്റ്റ് വേൾഡ് കാണാനായി അവിടേക്ക് പോയിരുന്നതാണ്. അവിടെ വെച്ചാണ് മാർക്കും ശ്രീഹരിയും തമ്മിൽ കാണുന്നത്. ആ ഗോസ്റ്റ് വേൾഡിന്റെ ഭാഗമായി ശ്രീഹരി മാറിയിട്ടുണ്ടെങ്കിൽ മനുഷ്യർക്ക് ഇനി നേരിടേണ്ടത് അതിശക്തരെയാണ്. ഇമോർട്ടൽ ക്രെയിനും ശ്രീറാമും നേതൃത്വം കൊടുക്കുന്ന ഡീമൺ റൈസ് ഒരു ഭാഗത്ത്, ഹെക്ടർ ടെങ്ങും ആ സന്യാസിയുമുള്ള മോഡ്സ് റൈസ് മറ്റൊരു ഭാഗത്ത്, ഇതിനിടയിൽ ശ്രീഹരിയുള്ള ഗോസ്റ്റ് റൈസും ഉണ്ട്. ഈ മൂന്ന് വംശങ്ങൾ തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാക്കിയെടുത്താൽ മനുഷ്യവംശം അതോടുകൂടി അവസാനിക്കും. ഡീൻലിക്കും ഫ്ലവർ ഗ്രാനിക്കും ഉൾപ്പെടെ എല്ലാവർക്കും ആ കാര്യം അറിയാം. ഫ്ലവർ ഗ്രാനി അവിടെ ആ ഗു കുടുംബത്തിൽ നടത്തിയ ശരിക്കും വലിയൊരു ചെറുത്തുനിൽപ്പുണ്ട്. ആ ചെറുത്തുനിൽപ്പിൽ അവരുടെ ഊർജം ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. അവർ ഈ ടൈം ബേസ് ചെയ്ത് അറ്റാക്ക് നടത്തിയാൽ അതവരുടെ ആയുസിനെയാണ് ബാധിക്കുക. മാർക്ക് ഫെല്ലർക്കൊപ്പമുള്ള ഏറ്റവും ശക്ത ശരിക്കും ഫ്ലവർ ഗ്രാനിയാണ്. അവരുടെ ശക്തിയിലാണ് ഈ കുറവ് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും ഹ്യൂമൻ റൈസ് വാച്ചിന്റെ ശക്തിയെ ബാധിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗു കുടുംബത്തിൽ നിന്ന് സെയിൻറ്റസ് ഗുവും ആ കുടുംബത്തിൽ മരിച്ച സെയിൻറ്റസ് ഗുവിൻ്റെ ഗ്രാൻഡ് മദറുടെ സഹോദരിയും മറ്റു ചില ആളുകളും അവിടെ എത്തിയത്. അവര് ഒരു ആവശ്യമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഡീമൺ റൈസുകാരെ അവസാനിപ്പിക്കാനായി അവര് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോകാൻ പോവുകയാണ്. ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോകുന്ന ആ യാത്രയിൽ മാർക്ക് കൂടി അവരെ അനുഗമിക്കണം. അത് കേട്ടതും ഡെയിലി ചാടി എണീറ്റ് അവരോട് പറഞ്ഞു, നടക്കത്തില്ല, നടക്കില്ല, ഞാൻ സമ്മതിക്കത്തില്ല, മാർക്കിനെ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. ഡീലി അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ ഫ്ലവർ ഗ്രാനിയും അതിനോടൊപ്പം കൂടി. ഒരു കാരണവശാലും മാർക്കിനെ നിങ്ങൾക്കൊപ്പം ഗ്രീൻ റോക്കിലേക്ക് അയക്കാൻ പറ്റില്ല. അങ്ങനെ
ഫ്ലവർ ഗ്രാനിയും ഡീൻലിയും പറയുമ്പോൾ സെയിൻറ്റസ്കൂ നിശബ്ദയാണ്. അവൾ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. സംസാരിക്കുന്നത് കൊല്ലപ്പെട്ട ആ ഗ്രൂപ്പ് ലീഡറുടെ അനുജത്തിയാണ്. അവരും അതിശക്തിയാണ്. ഗു നിങ് എന്ന് വിളിക്കപ്പെടുന്ന ആ ലേഡി ഡീൻലിയോട് പറഞ്ഞു, നോക്ക്, അപകടങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് പോകൂ. എൻ്റെ കയ്യിൽ മുൻകരുതലുണ്ട്. ഞാൻ ശരിക്കും പ്രിപ്പയർഡാണ്. മാർക്കിന് ഒന്നും സംഭവിക്കില്ല. മാർക്ക് പലതവണ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിൽ പോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ മാർക്കിനെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചത്. ഒരുപാട് ആളുകൾ ഗ്രീൻ റോക്കിലേക്ക് പോയാൽ അതും അപകടമാണ്. അകത്തുള്ള ഡീമനുകൾ നമ്മളെ കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ 3 പേരാണെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കാതിരിക്കാൻ എൻ്റെ കയ്യിൽ ഒരു സൂത്രമുണ്ട്. അവരെ ശരിക്കും ഒരു ഡിവൈൻ ആർട്ടിഫാക്റ്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആ ഡിവൈൻ ആർട്ടിഫാക്റ്റ് ആ 3 പേരുടെയും ഓറയെ മറച്ചു പിടിക്കും. അത് കേട്ടതും ഫ്ലവർ ഗ്രാനി ഒന്ന് ചിരിച്ചു. ഹേയ് ഗൂനിങ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അകത്ത് അവിടെ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ശൈലിയിൽ ഇഷ്ടംപോലെ ജീവികളുണ്ട്. ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ പറയാൻ കഴിയുന്ന ജീവികൾ അവിടെ ഉള്ളത്. ചെറുതും വലുതുമായ അവയെല്ലാം ഇമോർട്ടൽ ക്രെയിൻ്റെ നിയന്ത്രണത്തിലാണ്. അവയുടെ കണ്ണു വെട്ടിച്ച് നിങ്ങൾക്കൊരിക്കലും ആ വനത്തിനകത്തൂടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഫ്ലവർ ഗ്രാനി അങ്ങനെ പറഞ്ഞതും ഗൂനിങ് ഫ്ലവർ ഗ്രാനിയോട് പറഞ്ഞു, നോക്ക്, മാർക്കിനെ നിനക്ക് അയക്കാൻ പറ്റില്ലെങ്കിൽ സാരമില്ല, ഞങ്ങൾ എന്തായാലും പോകും. അങ്ങനെ ആ ലേഡി തീർത്തു പറഞ്ഞതും മാർക്ക് അതുവരെ പുലർത്തിയ നിശബ്ദത ഭേദിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ കൂടെ വരാം. അങ്ങനെ അവസാനം മാർക്ക് നിർബന്ധപൂർവ്വം ഗൂനിങ്ങിനും സെയിൻറ്റസ്കൂവിനും ഒപ്പം ഇറങ്ങി. സെയിൻറ്റസ്കൂ മാർക്കിൻ്റെ ഒരു സഹോദരി പോലെയാണ്. സെയിൻറ്റസ്കൂവിൻ്റെ കുടുംബത്തിന് പറ്റിയ ആ ട്രാജഡി മാർക്കിന് നന്നായിട്ട് അറിയാം. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തേക്കുള്ള ആ യാത്രയുടെ ലക്ഷ്യവും മാർക്ക് മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിന് നേരെ ഡീമൺ റേസുകാർ നടത്തിയ ആ അറ്റാക്കിന് എന്തെങ്കിലും മറുപടി കൊടുക്കുക. അതിനുവേണ്ടിയാണ് സെയിൻറ്റസ്കൂവും ആ ഗൂനിങ്ങും ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്ക് പോകുന്നത്. ആ യാത്ര അപകടം പിടിച്ചതാണ്. ആ അപകടത്തിൽ നിന്ന് സെയിൻറ്റസ്കൂവിനെ രക്ഷിക്കുക എന്നുള്ള ദൗത്യമാണ് ശരിക്കും മാർക്ക് ഇപ്പോൾ മനസ്സിലെടുത്തത്. മാർക്കും ടീമും അവിടുന്ന് പോയി കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും എമിലി ബ്ലാക്ക് ഡീൻലിയോട് പറഞ്ഞു, ഡീൻലി, ഞാനും അങ്ങോട്ടേക്ക് പോവുകയാണ്. എമിലി, നീ ഡീൻലി വേറൊന്നും പറയണ്ട. മാർക്ക് അപകടത്തിൽപ്പെടുന്നത് അനുവദിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡീൻലിയുടെയും ഫ്ലവർ ഗ്രാനിയുടെയും മുന്നിൽ നിന്ന് എമിലി ബ്ലാക്ക് പെട്ടെന്ന് അപ്രത്യക്ഷയാകുകയാണ്. ഈ സമയത്ത് മാർക്ക് ഫെല്ലറും സെയിൻറ്റസ്കൂവും ഗൂനിങ്ങും ആ സ്പേഷ്യൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്ത് എത്തിക്കഴിഞ്ഞു. ഗ്രീൻ റോക്ക് ഫോറസ്റ്റിലേക്കുള്ള അവരുടെ യാത്ര അതിവേഗത്തിലായിരുന്നു. അവർ ആ ഗ്രീൻ റോക്ക് ഫോറസ്റ്റിനകത്തേക്ക് കടക്കുമ്പോൾ ആ കാട് അങ്ങനെ വിശാലമായി അവിടെ മുന്നിൽ കിടക്കുകയാണ്. അകത്ത് ചിന്തിക്കാൻ പോലും ആകാത്ത വിധം ശക്തരായ മൃഗങ്ങളുടെ വൻ സംഘമാണുള്ളത്. ആ മുഴുവൻ മൃഗങ്ങളെയും ഒറ്റ നോട്ടം കൊണ്ട്, ഒരു ചിന്ത കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്ന ഇമോർട്ടൽ ക്രെയിൻ്റെ ആസ്ഥാനത്തേക്ക് അങ്ങനെ സെയിൻറ്റസ്കൂവും മാർക്കും ഗൂനിങ്ങും തിരിച്ചു. അവരിൽ നിന്ന് ഒത്തിരി പുറകിലായി സാക്ഷാൽ എമിലി ബ്ലാക്കും അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.